BPAE 144. Today we are going to take unit 9 and 10. 2 units we are going to take. BPAE, once again I repeat, BPAE 144, unit 9 and 10 we are going to take. Initially we will take unit number 9. That is National Commission for Scheduled Castes, National Commission for Scheduled Tribes. The general topic is Social Policies and Administration, BPAE 144. And this unit is called, 9 is called National Commission for SC. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് കമ്മീഷനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ്. ഭരണഘടനാ പ്രകാരം ഉള്ളതാണ്. ഇതിലെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനും ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഈ റിസർവേഷനും മറ്റേ ഈ ആക്ട് ഉണ്ടല്ലോ, എല്ലാ യൂണിയൻ ടെറിട്ടറിക്കും എല്ലാ സ്റ്റേറ്റിലും ഇന്ത്യക്ക് പാലിച്ചേ പറ്റൂ. സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറിയിലും ഇതിലെ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിപ്ഷനും ഇല്ല, പാലിച്ചേ പറ്റൂ. ഇത് പ്രസിഡൻഷ്യൽ ഡയറക്റ്റീവ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ് കേട്ടോ. സോ യൂണിറ്റ് 9 വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്. അതായത് നമ്മുടെ ഭരണഘടനാ പ്രകാരം ഇവരെ എങ്ങനെ സേഫ് ഗാർഡ് ചെയ്യുന്നത്. അപ്പോൾ അതില് നാഷണൽ കമ്മീഷൻ നമ്മളെ പിന്നീട് ആദ്യം ഈ രണ്ടെണ്ണം ഒന്നായിരുന്നു. ഏത് SC ഫോർ ഷെഡ്യൂൾ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സും ഒന്നായിരുന്നു. അത് വരുന്നുണ്ട് പിന്നീട്. പക്ഷെ അത് രണ്ടായിട്ട് വിഭജിച്ചു. കാരണം നമ്പർ ഓഫ് SC, നമ്പർ ഓഫ് STs ആർ മോർ. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിക്ക് ഇത് താങ്ങാൻ പറ്റില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് താങ്ങാൻ പറ്റാത്ത അത്രയുണ്ട്. കാരണം ആളിത്തെ ലെവലല്ലേ ഇത്. കാരണം ചില സംസ്ഥാനങ്ങൾ കൂടുതൽ SC ആണ്, ചില സംസ്ഥാനങ്ങൾ കൂടുതൽ ST ആണ്, ചില സംസ്ഥാനങ്ങൾ എല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോ മറക്കരുത്, ചില സംസ്ഥാനങ്ങളിൽ ST ഇല്ല, ചില സംസ്ഥാനങ്ങളിൽ SC ഇല്ല, മറ്റുള്ള ചില സംസ്ഥാനങ്ങളിൽ എല്ലാം ഉണ്ട്. ഉദാഹരണം പഞ്ചാബിലെ ST ഇല്ല, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. കാരണം അവിടെ പ്ലെയിൻ ലാൻഡാണ്. മനസ്സിലായില്ലേ? അവിടെ ST ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ഒരു 3 decades ago I was telling. Then now this same way scheduled tribe. You take the example of Tripura. അവിടെയൊക്കെ ഷെഡ്യൂൾ ട്രൈബാണ്. അവിടെ SC വളരെ വിരളാണ്. ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, വളരെ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഉണ്ടായിരിക്കും, അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ഉണ്ടായിരിക്കും. പക്ഷെ ചില സംസ്ഥാനങ്ങളിൽ ST ഇല്ല, ചില സംസ്ഥാനങ്ങളിൽ SC ഇല്ല. പക്ഷെ ചില കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇതൊക്കെ ഉണ്ട് ഇതില്. OBC ഉണ്ട്, എല്ലാം ഉണ്ട് ഇതില്, ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടോ. അപ്പോ ഇതിൽ എന്താണ് ഒബ്ജക്റ്റീവ് യൂണിറ്റിന്റെ? ഡിസ്ക്രിപ്റ്റീവ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്. ഭരണഘടനാ പ്രകാരം ഇവര് സേഫ് ഗാർഡ് ചെയ്യേണ്ടവരെ. അപ്പൊ അതില് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവർക്ക് റിസർവ് ചെയ്തത് വേറെ ഒരു ഇതുകൊണ്ട് നമുക്ക് പോസ്റ്റ് ഫില്ല് ചെയ്യാൻ പറ്റില്ല. SCക്ക് റിസർവ് ചെയ്ത SC കൊണ്ടും STക്ക് റിസർവ് ചെയ്ത പോസ്റ്റ് ST കൊണ്ട് മാത്രമേ ഫില്ലപ്പ് ചെയ്യാൻ പറ്റൂ. ജനറൽ കാറ്റഗറി എടുക്കാൻ പറ്റില്ല. അതിന്റെ വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണത് കേട്ടോ. അഥവാ SC എവിടെയും കിട്ടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ST എവിടെയെങ്കിലും കിട്ടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ജനറൽ കാറ്റഗറിയിൽ നിന്ന് എടുത്തോട്ടെ എന്ന് അഥവാ ധരിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് നിങ്ങൾക്ക് നോട്ടീസ് വരും. ചിലപ്പോൾ കാരണം ഇവർക്ക് കമ്മീഷണർ ഉണ്ട്, SC ST കമ്മീഷൻ ചെയർമാൻ ഉണ്ട്, ജുഡീഷ്യൽ പവർ, അതായത് സെമി ജുഡീഷ്യൽ പവറുള്ള ആളുകളാണ് ഇവര്. അപ്പൊ ചിലപ്പോ രാവിലെ നമുക്ക് വൈകുന്നേരം വരെ അവിടെ പോയിട്ട് നിൽക്കേണ്ടി വരും കൈയും കെട്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും ഒരു വിധത്തിലുള്ള എക്സംഷൻ നിങ്ങൾക്ക് കിട്ടില്ല. ഈ STക്ക് SCയുടെയും ഇതിൽ വിധത്തിൽ എന്തെങ്കിലും ഒരു എക്സംഷൻ നിങ്ങൾ പ്രതീക്ഷിക്കാന്നുണ്ടെങ്കിൽ കിട്ടില്ല. നെക്സ്റ്റ്, ദി റോൾ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ SC ഇൻ പ്രൊട്ടക്ടിങ് ആൻഡ് പ്രൊമോട്ടിങ് ദ വെൽഫെയർ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ്. അതായത് ഷെഡ്യൂൾ കാസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും വെൽഫെയർ, അവരുടെ വെൽഫെയറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അടുത്ത, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ STs ഇൻ പ്രൊട്ടക്ടിങ് ആൻഡ് പ്രൊമോട്ടിങ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾ ട്രൈബ്. ഷെഡ്യൂൾ ട്രൈബിനെ പറ്റിയിട്ടാണ് വിശദീകരിച്ച് പറയാം. നോക്കൂ, സാധാരണ ഇവരുടെ വളരെ കുറച്ച് ബാക്ക്വേർഡ്. എന്താണ് ഈ റിസർവേഷന്റെ കാരണം? ഇവർ കുറച്ച് എക്സ്ട്രീം ബാക്ക്വേർഡ്നെസ് ഉണ്ട് ഇവർക്ക്. ചിലപ്പോ സോഷ്യലി അവർ വളരെ വീക്കാണ്, എഡ്യൂക്കേഷണലായിട്ടും കുറച്ച് വീക്കാണ്. എന്ന് വെച്ചാൽ അവർ വീക്കല്ല, പലയിടത്തും ഇങ്ങനെ ചില വീക്ക്നെസ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ. മനസ്സിലായില്ലേ? എല്ലായിടത്തും അതിന്റെ അർത്ഥം വീക്കാന്നല്ല. പിന്നെ എക്കണോമിക് കണ്ടീഷൻ വളരെ സേഫ് അല്ല. അതുകൊണ്ടാണല്ലോ ഇവർക്ക് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. ചിലവർക്ക് ഉണ്ടാവാം, പൈസ ഉള്ളവരുണ്ടാവാം, ഞാൻ അതിനെ പറ്റിയില്ല. പക്ഷെ ചിലവർക്ക് ഇല്ല. സോ പിന്നെ വേറൊരു ഇവർക്ക് ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അൺടച്ചബിലിറ്റി, അത് ഇന്നും നിലകൊള്ളുന്നു. അറിയില്ലേ? ചില അവർക്ക് പ്രവേശനമില്ല. ഇന്നലത്തെ പേപ്പറിൽ തന്നെയുണ്ടല്ലോ,
ഈവൻ കർണാടകയിലെ പേര് പറയുന്നില്ല, ഒരു അമ്പലത്തിലേക്ക് പ്രവേശനം അനുവദിച്ചില്ല. അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി പാർട്ടിസിപ്പേറ്റ് SC ഇവര് അമ്പലത്തിൽ പ്രവേശിച്ചില്ല. പിന്നെ എല്ലാവരും കൂടി ഇടപെട്ടിട്ട് പിന്നെ വലിയ പ്രശ്നമായപ്പോഴാണ് ഉള്ളിൽ പ്രവേശിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ട്. ദ ഫൗണ്ടിങ് ഫാദേഴ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. അൺടച്ചബിലിറ്റി ഇപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലല്ലേ, മറ്റുള്ളവർ വേറെ വഴി കൂടെ കണ്ടെങ്കിൽ വഴി മാറിപ്പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, പലയിടത്തും ഉണ്ട്. പക്ഷെ അത് ശരിയല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് നല്ലതല്ല. പണ്ട് ഉണ്ടായിരുന്നപ്പോ ഒരു തിരുമേനി വരുന്ന സമയത്ത് മുമ്പാടത്ത് കൂടെ മറ്റുള്ളവർ വരണം വെച്ചാൽ മാറിപ്പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കാനിച്ച് നിൽക്കുക, ഇങ്ങനെ ഏർപ്പാടുണ്ടായിരുന്നു പണ്ട്. അതല്ലേ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനൊക്കെ നമ്മുടെ ഇതിനൊക്കെ റിഫോംസ് കൊണ്ടുവരാനുള്ള പ്രധാന കാരണം. മനസ്സിലായില്ലേ? സോ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ അൺടച്ചബിലിറ്റി പറഞ്ഞു. പിന്നെ ഈ പൂവർ അഗ്രികൾച്ചറൽ ഇതാണ് ഉണ്ടായിരുന്നത് അവരുടെ. പിന്നെ ലാക്ക് ഓഫ് ആക്സസ് ടു റിസോഴ്സസും പൈസയും ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർക്ക്. മനസ്സിലല്ലേ? അപ്പോ കഷ്ടപ്പെടുക മറ്റുള്ളവരുടെ അടിമ ആയിട്ട് ജോലി ചെയ്യുക. ഇതായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും അടിമകൾ എത്രയോ ഉണ്ട്. നിങ്ങള് ആന്ധ്രാപ്രദേശ്, കോസ്റ്റൽ, അതേപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. തമിഴ്നാട്ടിൽ എല്ലായിടത്തും ആയാലും ശരി, ബാക്ക്വേർഡ് തന്നെ ചില സമയത്ത്. മനസ്സിലായില്ലേ? എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുമ്പോൾ ഐ ആം കമ്മിങ് ഫ്രം എ റൂറൽ ബാക്ക്ഗ്രൗണ്ട്. though I was living in a cities throughout my career, but I am coming from a rural area. ഞാൻ ജനിച്ച വളർന്ന എൻ്റെ പ്രദേശത്ത് ഈ 75 കൊല്ലം ആയില്ല ഇപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. എനിക്കും ഇത്ര വയസ്സായി, 1 ഇഞ്ച് പുരോഗതി ഞാൻ കണ്ടിട്ടില്ല. ഡിസ്ട്രക്ഷൻ അല്ലാതെ, നാച്ചുറൽ ഇതിൻ്റെ ഉള്ള പണ്ടത്തെ അത് കളയാന്നല്ലാതെ ഒരു റോഡോ അതേമാതിരി ഒരു വികസനവും വന്നിട്ടില്ല. പക്ഷേ പേപ്പറിലെല്ലാം വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ പ്രദേശങ്ങളുണ്ട്. സോഷ്യൽ, എഡ്യൂക്കേഷണൽ, എക്കണോമിക്, ദാറ്റ് they felt essential to protect and promote their fundamental interest on par with the rest of the population എന്നാണ് അർത്ഥം. The founding fathers attributed some of the reason for such backward. ചില ബാക്ക്വേർഡ് എന്താ ഇതിന് കാരണം എന്ന് വെച്ചാൽ നോക്കൂ, റിസോഴ്സസ് ഇല്ല, അൺടച്ചബിലിറ്റി, പൂവർ അഗ്രികൾച്ചർ പ്രാക്ടീസസ്. കാരണം വളരെ പരിതാപകരമായിട്ടുള്ള ഇതാണ് നമ്മുടെ അഗ്രികൾച്ചർ. അത് മനസ്സിലായില്ലേ? ഒരു അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ അതുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ. വളരെ ഓഫ്കോഴ്സ് ചില റിച്ച് അഗ്രികൾച്ചറിസ്റ്റ് ഉണ്ട്, ചില പഞ്ചാബിലും ഹരിയാനയിലൊക്കെ, അതുപോലെ ചില സ്ഥലങ്ങളുണ്ട്. അല്ലാതെ അങ്ങോട്ട് കൊണ്ടു നടക്കാൻ 2 ഇതും എത്തിക്കാൻ വലിയ കഷ്ടപ്പെടുന്ന ആള് അഗ്രികൾച്ചറിസ്റ്റാണ് നമ്മുടെ, മറക്കരുത്. അപ്പോ ഡ്യൂ ടു ദ പൊളിറ്റിക്കൽ പ്രഷർ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ടു പുട്ട് ഫോർത്ത് ബൈ ദ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ദാറ്റ് എ സിംഗിൾ കമ്മീഷൻ. അപ്പോ പണ്ട് SC/ST ഒരൊറ്റ കമ്മീഷനായിരുന്നു. പിന്നെ നമ്മുടെ പാർലമെന്റിൽ പറഞ്ഞ അതിൽ 2 കമ്മീഷൻ വേണം. അങ്ങനെ 89ാമത്തെ അമെന്റ്മെന്റ് 2003 ഈ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിന് 2 വന്നു. അതാണ് നാഷണൽ കമ്മീഷൻ ഫോർ SCs, 2 നാഷണൽ കമ്മീഷൻ ഫോർ STs. അടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ്. ഇതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുക, ഇവരെ സേഫ് ഗാർഡ് ചെയ്യുക, പൈസ സാമ്പത്തികമായിട്ട് ഇവർക്ക്. പക്ഷെ നിങ്ങൾ ആലോചിച്ചോളൂ, സാമ്പത്തികമായിട്ട് ഇവർ പുരോഗമിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം ചിലയിടത്ത്. പക്ഷെ നമ്മൾ വിചാരിച്ച മാതിരി ഭരണഘടന പ്രകാരം നമ്മൾ സേഫ് ഗാർഡ് ചെയ്യുന്ന അതേ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും അതേമാതിരി ഇരിക്കുന്നു. ഉണ്ടോ? ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഇപ്പൊ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് കേരള. അട്ടപ്പാടി, നിലമ്പൂർ, അട്ടപ്പാടിയിൽ 1% ഇമ്പ്രൂവ് ചെയ്തില്ല, എനിക്ക് തോന്നുന്നില്ല. മരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ വളരെ 1-2 വയസ്സിലെ 3 വയസ്സിലെ പോഷണം ഒന്നുമില്ലാണ്ട് അവർക്ക് മരുന്നില്ല, ഒന്നുമില്ല ഇപ്പോഴും. പിന്നെ എന്താ ഈ കമ്മീഷൻ ചെയ്യുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ. മനസ്സിലായില്ലേ? അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ? ഫ്രീ ഫുഡ് ഐറ്റംസ് കിട്ടുന്നു? റേഷൻ ഷാപ്പിൽ വല്ല ഇതുണ്ടോ? ആര് നോക്കുന്നതൊക്കെ? അപ്പൊ കമ്മീഷൻ എന്തൊക്കെ ഉണ്ട്, കുറെ ഉണ്ട്. പക്ഷെ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലതും. പക്ഷേ ഡിസൈഡ് ലെവൽ എത്തിയിട്ടുണ്ടോന്ന് അത് നിങ്ങൾ ആലോചിച്ചോളൂ കേട്ടോ. ഞാൻ കുറ്റം പറയില്ലേ. എത്രയോ അസോസിയേഷൻസും എല്ലാം ഉണ്ട്. പക്ഷെ ദരിദ്രരെ എന്നും ദരിദ്രരായിട്ട് പരിണമിച്ചിരിക്കുന്നു.
എന്ന് വെച്ചാൽ പലരും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും അത് പോരാ. അതായത് നമ്മൾ വിചാരിച്ച ലെവലിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആര് ഫ്രെയിം ചെയ്തു, അതേ നമ്മുടെ BR അംബേദ്കറൊക്കെ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞു. പക്ഷെ അതിലെന്താണെന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് പലരും വന്നിട്ട് ഏജന്റും അവരൊക്കെ പണം മുടിച്ച് പാവം കിട്ടേണ്ട ആളുകൾക്ക് കിട്ടുന്നില്ല. സ്കോളർഷിപ്പ് ആയിക്കോട്ടെ, മറ്റുള്ള പലയിടത്തും കാണുമ്പോൾ ഈ പേപ്പർ വായിക്കുമ്പോൾ കാണാം SC/STയുടെ സ്കോളർഷിപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, അവിടെ ഒരു അഴിമതി, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും. അതൊന്നും ചെയ്യാൻ പാടില്ല. അവര് നമ്മുടെ ഭരണഘടന ഫ്രെയിം ചെയ്ത് ചുമ്മാ ഒരു ഇത് കൊണ്ടല്ല. 2 കൊല്ലം 11 മാസം 22 ദിവസം കൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. പല കമ്മിറ്റിയിലെ എല്ലാവരും സർദാർ വല്ലഭായ് പട്ടേൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അങ്ങനെ BR അംബേദ്കർ, ഇതൊക്കെ മാതിരിയുള്ള ആളുകൾ വലിയ ബാരിസ്റ്റേഴ്സും അഡ്വക്കേറ്റ്സും. നമ്മുടെ മറക്കരുത്, നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മിക്കവാറും ആളുകള് ലോയില് പ്രാവീണ്യം തെളിയിച്ചവരാണ്. മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, VK കൃഷ്ണമേനോൻ, ഇവരൊക്കെ ലോ ഇതാണ് പൂർണ്ണമൊക്കെ പഠിച്ചവരാണ്. വളരെ അഗാധ പാണ്ഡിത്യ BR അംബേദ്കറൊക്കെ ബാരിസ്റ്ററാണ് ഇവരൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ഭരണഘടന. വളരെ നാളേക്ക് വേണ്ടി, വെൽഫെയർ കൺട്രി. അപ്പൊ അത് നമ്മളെ ഇന്ന് പാലിക്കേണ്ട കടമ ഉണ്ടോ ഇല്ലയോ അത് നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ ആലോചിച്ചോളൂ. പക്ഷെ ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് വേണം, മനസ്സിലായോ, കൊടുക്കണം, മനസ്സിലായോ. അതായത് കാരണം എല്ലാവരും വളർന്നു വരട്ടെ, എല്ലാവരും സന്തോഷമായിട്ട് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളണം, ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭരണഘടനാ പ്രകാരം ആർക്ക് എന്തെല്ലാം അർഹതയുണ്ടോ അതെല്ലാം കൊടുക്കണം. അതില് നമ്മൾ കളവ് കാണിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ, അതേമാതിരി അവരുടെ ട്രൈബൽസിന് അവരുടേതായ കൾച്ചർ ഉണ്ട്, അത് നമ്മൾ പ്രോത്സാഹിക്കണം. അല്ലാണ്ട് നമ്മുടെ കൾച്ചർ, നമ്മുടെ ഓണം തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞാൽ അവരുടേതായ കൾച്ചർ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ പ്രോത്സാഹിപ്പിക്കണം. കാരണം ഇന്ത്യ പറയുന്നത് പല ഡൈവേഴ്സിറ്റി ആണല്ലോ. പിന്നെ പൊളിറ്റിക്കൽ സേഫ് ഗാർഡ്, രാഷ്ട്രീയപരമായിട്ടും അവരുടേത്. പിന്നെ സർവീസ്, അവർക്ക് എത്രയോ സർവീസ് ഉണ്ട്. ഈ പറഞ്ഞല്ലോ, ഈ ഫെസിലിറ്റീസ്, റേഷൻ, ബിലോ പോവർട്ടി ലൈൻ, അതേമാതിരി റിക്രൂട്ട്മെന്റിലെ റിസർവേഷൻ, പ്രൊമോഷണൽ റിസർവേഷൻ, അങ്ങനെ പല, അതാണ് സർവീസിന്റെ. പിന്നെ വേറെ കാര്യം, അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് അവർക്ക് 5 വയസ്സ്, ഇപ്പൊ നമുക്കൊക്കെ 30 വയസ്സാന്ന് വെച്ചാൽ അവർക്ക് 35 വയസ്സ്. അതേമാതിരി അങ്ങനെ പല ഇത് വേണ്ട, പോസ്റ്റൽ ഓർഡർ വേണ്ട, ഡ്രാഫ്റ്റ് വേണ്ട, അപ്ലിക്കേഷൻ ഫീ വേണ്ട, അങ്ങനെ പല ആനുകൂല്യങ്ങളുണ്ട്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് രാഷ്ട്രം പുരോഗതി ഇത് ചെയ്യുന്നത്. The above mentioned safeguards are applied to the applicant, especially to the SC/STs. Okay, development and protective safeguard, social safeguard, economic safeguard, political, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതെങ്ങനെ രണ്ടാമത് ഓക്കെ, യെസ്, ഓക്കെ, രണ്ടാമത് വന്നു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്. ഇനി NCSC പറഞ്ഞ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്. ആദ്യം ഷെഡ്യൂൾ കാസ്റ്റിനെ പറ്റിയിട്ട് പറയാം. Has been created for effective implementation of various safeguards provided in the Constitution of the welfare of SCs. ഭരണഘടന പ്രകാരം SC 5% ഇവർക്ക് റിസർവേഷൻ കേട്ടോ, SCക്ക്. അപ്പൊ അതില് പിന്നെ അറിവിന് വേണ്ടി പറയാണ്, നമ്മളൊരു ഗവൺമെന്റിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എടാ നീ SC ആണ്, അല്ലെങ്കിൽ നീ ST ആടാ, നീ അല്ലെങ്കിൽ OBC ആണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് നിയമത്തിൽ തെറ്റാണ് കേട്ടോ. മാത്രമല്ല, ഒരാൾ കംപ്ലൈന്റ് ചെയ്താൽ എന്നെ മതപര അല്ലെങ്കിൽ കാസ്റ്റായിട്ട് എന്നെ ഇത് പറഞ്ഞാൽ ജയിലിൽ പോണ്ടി വരും, മനസ്സിലായില്ലേ? ബെയിലും കൂടി എടുക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അങ്ങനെയാണ് നമ്മളെ ഭരണഘടന പ്രകാരം കാസ്റ്റ്, റിലീജിയൻ ഇതൊന്നും പറയാൻ പാടില്ല. അതേമാതിരി എല്ലാവർക്കും ഒരേമാതിരി ഈക്വലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നും കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. Has been created for effective implementation of SC in the state shall protect the target audience for okay social അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. കാരണം ഷെഡ്യൂൾ കാസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കേണ്ട കൂലി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ കൂലി നാളെ കൊടുക്കുക, അതേമാതിരിയുള്ള അവര് ഹരസ് ചെയ്യുക, 8 മണിക്കൂറിന് വേണ്ടി 10 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുക, ബോണ്ടഡ് ലേബറായിട്ട് പണിയെടുപ്പിക്കുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇവിടെ തന്നെ മക്കളൊക്കെ കൂടി ഒരുമിച്ച് ഇവിടെ താമസിച്ചോളൂ, ഇവിടെ തന്നെ ജോലി ചെയ്യണം, വേറെ എവിടെയും പോകാൻ പാടില്ല. ഇങ്ങനെയുള്ള പരിപാടിയൊന്നും പാടില്ല. ഡ്യൂട്ടീസ് ഓഫ് ദ കമ്മീഷൻ, ആർട്ടിക്കിൾ 338 ഭരണഘടനയുടെ 338 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ഫംഗ്ഷൻ, ഡ്യൂട്ടി, പവർ ഓഫ് ദ കമ്മീഷൻ. SC കമ്മീഷന്റെ എന്താണ് ഡ്യൂട്ടി അത് പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 338 ഭരണഘടനയുടെ. ഫോർ എക്സാമ്പിൾ, ക്ലോസ് 4 ഓഫ് ദ ആർട്ടിക്കിൾ 338 empowers the commission. എന്താണ് പവർ ടു ആക്ട് സിവിൽ കോർട്ട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജുഡീഷ്യറി, സിവിൽ, സെമി ജുഡീഷ്യൽ പവർ ഉണ്ട് അവർക്ക്.
കൺസൾട്ടേഷൻ. പിന്നെ ഗവൺമെന്റ് എപ്പോഴും ഇവരും കൂടി കൺസൾട്ട് ചെയ്യും പല കാരണങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ SC/ST കാര്യങ്ങളോ വെൽഫെയർ ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവരും കൂടി കൺസൾട്ട് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ. കാരണം അവരുടെ അഭിപ്രായം ഉണ്ടാവും. പിന്നെ റിവ്യൂ മീറ്റിംഗ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ്. നമ്മുടെ ഈ ഫോളോ അപ്പ് ആക്ഷൻ ഇല്ലാത്തത്, അത് സെൻട്രൽ ആയിട്ടെ സ്റ്റേറ്റ് ആയിട്ടെ ലോക്കൽ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് റിവ്യൂ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ, അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടോ, പ്രൊമോഷനിൽ ഇത് കൊടുക്കുന്നുണ്ടോ, അതേമാതിരി ഈ പറയുന്ന ഏതെല്ലാം അവർക്ക് അർഹതയുണ്ടത് കൊടുക്കുന്നുണ്ടോ, അത് റിവ്യൂ ചെയ്യുന്നുണ്ടോ. പിന്നെ ഇവരിൽ നിന്ന് അനവധി കംപ്ലൈന്റ് ചിലപ്പോൾ കിട്ടും. അനവധി കംപ്ലൈന്റ്, അല്ലെങ്കിൽ അത് ചെയ്തു, ഹരസ് ചെയ്തു, അത് ചെയ്തു, ഇത്. ആ കംപ്ലൈന്റ് നമ്മൾ റീഡ്രസ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഫോളോ അപ്പ് മോണിറ്റർ ചെയ്യണം. പിന്നെ സ്റ്റേറ്റിലുണ്ട് ഇതേമാതിരി കമ്മീഷൻ, SC/ST കമ്മീഷൻ സ്റ്റേറ്റിലുണ്ട്. അതേമാതിരി ഇതൊക്കെ ഭരണഘടനാ പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അപ്രോച്ച് ആൻഡ് സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ ദ കമ്മിറ്റി. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് എന്താണെന്ന് അറിയോ, ഈ രാഷ്ട്രീയപരമായിട്ട് ചില അപ്പോയിന്റ്മെന്റ് ഉണ്ട് ചിലർ. ഈ നമ്മൾ റിട്ടയർ ചെയ്ത ജഡ്ജ് ഇതേമാതിരിയുള്ള പിന്നെ അവര് അപ്പൊ എന്തുണ്ടല്ലേ, റിട്ടയർ ചെയ്തല്ലേ, അപ്പൊ അഡീഷണൽ പൈസ കിട്ടുന്നല്ലേ. അപ്പൊ ഈ പൊളിറ്റിക്കൽ പാർട്ടി, റൂളിംഗ് പാർട്ടിയോട് കൂറ് കാണിക്കുന്നവരുണ്ട് ചിലർ. അങ്ങനെ പാടില്ല. അവര് ചെയ്യുന്നത് ഇപ്പൊ പറയുന്നത് ഞാൻ പേര് പറയാൻ പാടില്ല, കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ ഉണ്ടായി സംഭവം. തെറ്റാണത്. എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഈ ദൈവം തന്ന ശരീരം, ദൈവത്തിൽ വിശ്വസിക്കുന്നാലും വിശ്വസിച്ചില്ലെങ്കിലും, ഇത് നമ്മുടെ കോൺഷ്യസിന് ക്ലിയർ ആയിട്ട് വേണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ. അല്ലാണ്ട് കാശ് കിട്ടും, ആന കിട്ടും, അമ്പാടി കിട്ടും പറഞ്ഞിട്ട് നമ്മള് ആഗ്രഹം ഉണ്ടല്ലോ, ദുരാഗ്രഹമായിട്ട് പരിണമിക്കും. മനസ്സിലായില്ലേ? ചിലവരുണ്ട് ജഡ്ജായിരിക്കുന്ന സമയത്ത് റൂളിംഗ് പാർട്ടിയെ സേവ് ചെയ്ത് അവസാനം റിട്ടയർമെന്റ് ശേഷം അവർക്ക് വേറെ ഏതെങ്കിലും ജോബ് കിട്ടും. അപ്പൊ എന്തുണ്ട്, അതിൽ ശരിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യേണ്ടതാണ്. ആ സമയത്ത് അതിൽ അപ്പോഴും അതെ ഗവൺമെന്റിനോട് കൂറ് കാണിക്കും. അത് തെറ്റാണ്. കാരണം ടാക്സ് കാശും മേടിച്ചിട്ട് മറ്റുള്ളവരോട് കൂറും കാണിച്ചാൽ എന്താ അതിന്റെ അർത്ഥം? കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇൻസിഡന്റ് ഉണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊന്നും ശരിയല്ല. കാരണം എന്താ അറിയോ, നമ്മളെ പ്രതീക്ഷയുണ്ട്. നമ്മുടെ അവസാനത്തെ ഇതാണ് ഈ ജസ്റ്റ് അവര് കുറ്റം പറയല്ല ഞാൻ പറയുന്നത്. വളരെ നല്ല ആൾക്കാരുണ്ട്, വളരെ സത്യസന്ധമായ ആളുകളുണ്ട്. പക്ഷെ ചിലവരെ നമുക്ക് ഒരു കുളത്തിലെ ഒരു ഫിഷ് ചത്തുപൊന്തിയ പോരെ, കുളം അശുദ്ധിയവൻ. അപ്പൊ അതിൽ ഒരാൾ മതി. അതിന്റെ അർത്ഥം മറ്റുള്ളവർ അങ്ങനെയൊന്നല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ശ്രദ്ധിക്കണം. കാരണം ചില സമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഇത് ഇപ്പൊ SC/ST ഇപ്പൊ ഞാൻ പറയട്ടെ, വുമൺ കമ്മീഷൻ ഉണ്ട്. ഞാൻ പറയുന്നതിൽ ഒന്നും തെറ്റിദ്ധരിക്കരുത്, നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞാൻ പറയുന്നത് വാസ്തവമാണ്. നോക്കൂ, വുമൺ കമ്മീഷൻ നമ്മുടെ പോട്ടെ സ്റ്റേറ്റിൽ തന്നെ, ഞാൻ സെൻട്രലത്തൊന്നും എടുക്കുന്നില്ല. ആരാണ് ചെയർപേഴ്സൺ, ആരാ അപ്പോയിന്റ് ചെയ്യുന്നത് അറിയാലോ. ആരായിക്കോട്ടെ, ഇപ്പോഴത്തെ ഗവൺമെന്റ് ആയിക്കോട്ടെ, മുമ്പത്തെ ഗവൺമെന്റ് ആരായിക്കോട്ടെ, ആരാ അപ്പോയിന്റ് ചെയ്യണേ? റൂളിംഗ് പാർട്ടി അല്ലേ. അവര് ഏതെങ്കിലും ഒരു സ്ത്രീ പിടിച്ചിട്ട് വേല കുറച്ച് എന്തെങ്കിലും ലോ അറിയിച്ചാൽ അവർ പിടിച്ചിട്ട് കമ്മീഷൻ ആക്കണം. എന്താ ഒരു കമ്മീഷണർ, വുമൺ കമ്മീഷൻ പറഞ്ഞറിയോ? നിയമപരമായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുക്കില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഭരണഘടന സെപ്പറേറ്റ് ഉണ്ട്, ഞങ്ങളുടെ തന്നെ കോടതി ഉണ്ട്. എങ്ങനെയുണ്ട്? ഇങ്ങനെ പറഞ്ഞതാ നമ്മുടെ കേരളത്തില് പാർട്ടി കോടതി ഉണ്ട്, ഞങ്ങൾ അവിടെ ആലോചിച്ചിട്ടേ ഒരു ആക്ഷൻ എടുക്കും. അപ്പൊ ഇതിനെന്തിനീ കമ്മീഷൻ? കാര്യം മനസ്സിലായില്ലേ? അപ്പോ തെറ്റായിട്ടുള്ള കാര്യമാണത്. അതായത് നമ്മള് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കാനല്ലോ അവിടെ ഇരിക്കുന്നത്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കമ്മീഷനിലെ പല കാര്യങ്ങളും പലതും ചിലപ്പോ പല സ്ത്രീകളുടെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ അവിടെ പോകും. അതില് ഈ പാർട്ടി കാണിച്ചാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കും, ആ പാർട്ടി കാണിച്ചാൽ പെട്ടെന്ന് ആക്ഷൻ, ധാരാളം ഏത് പാർട്ടിയാലും. അപ്പൊ സെൻട്രൽ ഇന്ത്യമാര് കാണാറുണ്ട്, എത്രയോ കാണാറുണ്ട്. മിണ്ടാതിരിക്കും, ഞാനൊന്നും അറിഞ്ഞില്ല നാരായണ പറഞ്ഞിട്ട്. പക്ഷെ വേറൊരാളാണെന്ന് പെട്ടെന്ന് ആക്ഷൻ എടുക്കും. അങ്ങനെയല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. When you are sitting in the chair, you are supposed to execute your job impartial way. നിങ്ങൾ എവിടെ രാഷ്ട്രീയം കളിക്കാനല്ലല്ലോ ചെയറിൽ ഇരുത്തണം, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടല്ലേ ഇരിക്കണേ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നു, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. അവിടെ നമ്മൾ ഇങ്ങോട്ട് പിന്നെ എന്താ പറയണ്ടേ, ദൃഷ്ടി ഇങ്ങോട്ടും അങ്ങോട്ടായി എങ്ങനെ കാര്യമാവുക? ആ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോ കംപ്ലൈന്റ് തെറ്റിദ്ധരിക്കരുതേ ഞാൻ പറഞ്ഞത്, വാസ്തവം മാത്രമാണ് ഞാൻ പറയുന്നത്. ഉദാഹരണം എന്നോട് ചോദിക്കരുത്, 100 ഉദാഹരണം, എന്തായാലേ 100 ഉദാഹരണം. അപ്പൊ അതുകൊണ്ട് ഞാൻ സമ്മറി ഞാൻ പറയുന്നുള്ളൂ. നമ്മളൊരു ചെയറിൽ ഇരിക്കുമ്പോൾ
ആ ചെയറിൽ ഇരിക്കുന്നതിന്റെ യോഗ്യത കാണിക്കണം, ഇല്ലെങ്കിൽ ചെയറിൽ ഇരിക്കരുത്. ആരായാലും ഏത് പോസ്റ്റായാലും ശരി, മനസ്സിലായല്ലേ? ആ ചെയറിൽ ഇരിക്കേണ്ട യോഗ്യത നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ ആ ചെയറിൽ ഇരിക്കുന്നത് സാറേ എനിക്ക് വേണ്ട ഈ ജോബ് എന്ന് പറയും ഉത്തമം. മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ അങ്ങനെ പല പോസ്റ്റും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വെരി വെരി ഡേഞ്ചറസ് പോസ്റ്റും ഞങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ HR മാനേജറാണായിരുന്നു. HR-ന്റെ അറിയാലോ എത്രത്തോളം ബുദ്ധിമുട്ടും ഇൻഡസ്ട്രി റിലേഷനും ടെർമിനേഷൻ, ഡിസ്മിസൽ, എത്രയോ അങ്ങനെയൊക്കെ അങ്ങനെ പല ത്രട്ടനിങ്, കിഡ്നാപ്പിങ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ, അങ്ങനത്തെ മാറ്റേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, അപ്പൊ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഐ ഹാവ് ബിക്കം മോർ ആൻഡ് മോർ സെൽഫ് കോൺഫിഡന്റ് ആൻഡ് കറേജ് ആയിട്ട് വന്നുകൂടി. അപ്പൊ എന്താണ് പറയുന്നത്? പക്ഷേ ഐ ഹാവ് സീൻ ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാണ്, ഇതാണ് ഒരു ചെയറിലിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. When I was executing the function of industrial relation in a big organization where a lot of people were employed, I used to see neither employer side nor worker side. ന്യൂട്രൽ ആയിട്ട് നിയമം എന്താണ് ആദ്യം നോക്കും, അതനുസരിച്ച് ഞാൻ പറയും. അവരോട് പറയുന്ന കാര്യമാണ്. അവരെന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാം നമ്മുടെ ജീവിതത്തിലും ഓഫീസിലായിക്കോട്ടെ എവിടെയും പ്രശ്നം വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായി പോകാന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. അതാണ് ഞാൻ ജീവിതത്തിൽ പഠിച്ചിരുന്നത്. എത്രയോ ഡിഫിക്കൾട്ട് ഡേഞ്ചറസ് ജോബ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ലൈഫിന്റെ റിസ്ക് ആയിട്ടുള്ള പലതും കൂടി, പക്ഷെ അതിൽ പൂമാതിരി നമ്മളെ വളരെ സക്സസ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മുടെ സ്കില്ലാണ്. പക്ഷേ എപ്പോഴും നമ്മള് നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യം കൂടി ഞാൻ പറയട്ടെ, ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി. ഹ്യൂമൻ റിസോഴ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് അറിയേണ്ടത് കാര്യമാണ്. ഏറ്റവും ഡിഫിക്കൽട്ട് ജോബാണ്. ഐ വാസ് HR മാനേജർ ഇൻ ഗവൺമെന്റ്. ഒരാള് ഇൻഡസ്ട്രിയൽ റിലേഷനും വെൽഫെയറും കൂടി ഒരാൾ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ശരിക്ക് പൊതുവെ എന്താ അറിയോ, ഇൻഡസ്ട്രിയൽ റിലേഷൻ പറഞ്ഞാൽ നമ്മളെ ആക്ഷൻ എടുക്കേണ്ടത് എംപ്ലോയീസിന്റെ പ്രോ എംപ്ലോയർ, വെൽഫെയർ പറഞ്ഞ പ്രോ എംപ്ലോയി ആണ്, വർക്കർ. അപ്പൊ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഒരാൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അയാളെ മാനേജ്മെന്റും പ്ലീസ് ചെയ്യണം, വർക്കറേയും പ്ലീസ് ചെയ്യണം. വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. ബട്ട് ഐ ഹാൻഡിൽഡ്, മൈ പൊസിഷൻ വാസ് മാനേജർ പേഴ്സണൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ ആൻഡ് വെൽഫെയർ. I handled that. Very difficult. You cannot imagine handling this job. എന്താ കാരണം അറിയോ? One way you have to abide by the rules and regulation of the company and you have to please the management. You have to ensure compliance with service rules and statutory rules. The other way, we have to take care of our workers. അവരെയും നമ്മൾ കോൺഫിഡൻസ് വേണം. അവർ ഡിഫിക്കൽട്ട് ജോബ് സാൻഡ് വെച്ച് മരിയാണ് നമ്മളെ. അവിടെ നിന്നും വലി, ഇവിടെ നിന്നും വലി, അന്നടക്കിൽ നമ്മൾ അങ്ങനെയൊക്കെ എത്രയോ നമ്മൾ ഹാൻഡിൽ ചെയ്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ സുന്ദരമായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, I can tell you that proudly I can say that I was very very successful industrial relation manager and handled very tough unions and വളരെ ഇൻഡസ്ട്രി അവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തും got 3-4 meritorious service awards also, because when I was handling the industrial relation I used to take care of the workers also. അപ്പൊ തെറ്റ് ചെയ്യാതിരിക്കുക, അത് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കണം അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പക്ഷേ ചില സമയത്ത് പല കാര്യങ്ങളും ചിലരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഡിസ്മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ സസ്പെൻഡ് ചെയ്യുമ്പോൾ പറയും, ഏതായാലും നീ പോ, സസ്പെൻഡ് ചെയ്യേ, നീ തെറ്റ് ചെയ്തല്ലേ, ഇപ്പൊ കുറച്ച് ദിവസം പുറത്തു വരികയെ. ലെറ്റ് മീ സി, നോക്കൂ, അവിടെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. I had to obey the instruction of the board of directors. That is, we had to suspend somebody, some workers for indiscipline. അപ്പൊ ഞാനിത് ചെയ്യുമ്പോഴും അവസാനം അപ്പോഴും ഒരു എൻ്റെ കയ്യിൽ നിന്ന് വളരെ സന്തോഷപൂർവ്വമാണ് സസ്പെൻഷൻ ലെറ്റർ മേടിക്കുക. അവർക്കറിയാം ഞാൻ എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് ചെയ്യും എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ വിൽ ഡു മൈ ബെസ്റ്റ്. അല്ലേ, അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഐ വിൽ റിവോക്ക് ദ സസ്പെൻഷൻ. അതൊന്ന്. പിന്നെ ഞാനൊരു ഒരു രഹസ്യം ആണെങ്കിലും ഓപ്പണായിട്ട് പറയട്ടെ, വൺസ് ഇറ്റ് ഹാപ്പൻ
പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ അത് ശരിക്കും നിയമപരമായിട്ട് തെറ്റാണ് ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം. പക്ഷെ അങ്ങനെ ഒരു സന്ദർഭം വന്നു എനിക്ക്. പ്രസിഡന്റിനെയും എല്ലാ ഓഫീസ് ബേറേഴ്സിനും സസ്പെൻഡ് ചെയ്യേണ്ട യോഗം വന്നു. കാരണം ഉണ്ടായിരുന്നു പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ കുറെ പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്തൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പ്ലാന്റ് കമ്മീഷൻ ചെയ്യാൻ വരുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ എന്നോട് സസ്പെൻഡ് ചെയ്യും ബോർഡ് പറഞ്ഞു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു സസ്പെൻഡ് ചെയ്യാൻ. അപ്പൊ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു നോ, ഐ വിൽ നോട്ട് ഡു ദാറ്റ്. യു ഹാഡ് ടു ഡു. നോ, ഐ വിൽ നോട്ട് ഡു ഇറ്റ്. അപ്പൊ നോ വാട്ട് എവർ ഐ സേ യു ഹാവ് ടു ഡു എന്ന് പറഞ്ഞു ഡയറക്ടർ. അപ്പോൾ മാനേജിംഗ് ഡയറക്ടർക്ക് അപ്പൊ പറഞ്ഞു ഇത് ഇല്ലീഗലാണ്. കാരണം ദേ ആർ ബീങ് ട്രീറ്റഡ് ആസ് പ്രൊട്ടക്റ്റഡ് വർക്കേഴ്സ് അണ്ടർ ട്രേഡ് യൂണിയൻ ആക്ട്. ഹൗ കൻ യു സസ്പെൻഡ് സംബഡി? ദേ ആർ ഓൾ ഡൂയിങ് ഫോർ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ, ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, നിയമമാണ്. അപ്പൊ അവര് പ്രൊട്ടക്ട് വർക്കേഴ്സ്, അവര് ദേ ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് ഫോർ ദം, ദേ ആർ ഡൂയിങ് ഫോർ എൻറ്റയർ വർക്കേഴ്സിന്റെ ഫേവർ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവസാനം പോട്ടെ, അത് കഴിഞ്ഞ് അവസാനം പറയട്ടെ, ഞാൻ സസ്പെൻഷൻ ലെറ്റർ കൊടുത്തു, കൈ കൊടുത്തു, അവർ അക്നോളജ് ചെയ്തു. ബട്ട് ഞാൻ പറഞ്ഞു ഒരു വേർഡ്. അപ്പോൾ അതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഞാൻ ഹാൻഡിൽ ചെയ്തു. പക്ഷെ അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ട്, വെൽഫെയർ. അവർ പുറത്താണ്, അവർക്ക് ഉള്ളിൽ വരാൻ പറ്റില്ല, ഗേറ്റ് അടയ്ക്കും അവർ വരുമ്പോൾ. സെക്യൂരിറ്റി അയക്കില്ല, പുറത്ത് ആമഡ് പോലീസാണ്, ഉള്ളിൽ അയക്കില്ല. പക്ഷേ അതിനുശേഷം ഞാൻ പ്രയത്നിച്ചു, പല ഗ്രൗണ്ട് കണ്ടെടുത്തു. കാരണം ഒരു സന്ദർഭം ഉണ്ടായി. കാരണം പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ടായിരുന്നു, പ്രൊഹിബിറ്റഡ് ഏരിയ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓഫീസ് അവിടെ, ഇത് ഗവൺമെന്റിന്റെ. ഞാൻ പോയിട്ട് കോടതി പോയപ്പോ 200 മീറ്റർ അതുവരെ ആരെയും അസംബിൾ ചെയ്യാൻ പാടില്ല, അവന്റെ കോർട്ടിൽ നിന്ന് ഓർഡർ പഠിച്ചു. പോരെ വരച്ചത് ഞാൻ ഓർത്തില്ല. 200 മീറ്റർ വരെ ഒരാള് അവിടെ 4 പുറം ആരും നിൽക്കാനോ, കാരണം അവിടെ സസ്പെൻഡ് ചെയ്ത വല്ല പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടായാലോ, പ്ലാന്റ് അല്ലേ, വലിയ ഗവൺമെന്റിന്റെ പ്ലാന്റ് ആണ്. അപ്പൊ പാടില്ല പറഞ്ഞു. ഞാൻ കോട്ടയിൽ നിന്ന് ഓർഡർ മേടിച്ചു വന്നു. അപ്പോ 200 മീറ്റർ അപ്പുറത്ത് വേണം. അയ്യോ, അത് നോക്കുമ്പോ സംഭവം എന്താണെന്ന് അറിയോ, 200 മീറ്റർ അപ്പുറത്ത് കഴിഞ്ഞ കാടാണ്, കൃഷിസ്ഥലാണ്, പാമ്പുണ്ട്, വെള്ളമാണ്, ഐസ്, 1 ഡിഗ്രി 2 ഡിഗ്രി, ജനുവരി ഫെബ്രുവരി പഞ്ചാബ്, വെള്ളം, ഐസ്, അതേമാതിരി കാട്, പാമ്പ്. അവിടെയാണ് ഇവർക്ക് ഇരിക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെ ഒരു സന്ദർഭം ഉണ്ടായി. അവസാനം ഞാൻ ഇത്ര ഓർത്തില്ല. എന്നിട്ട് 50 മീറ്റർ ആക്കിയിട്ട് അപ്പോഴും രക്ഷയില്ല, കാരണം അവിടെ കൃഷിസ്ഥലം വരണം. അങ്ങനെ അവസാനം പിന്നെ കാര്യം ഞാൻ പറയാം. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ സസ്പെൻഷൻ പെട്ടെന്ന് ഞാൻ തന്നെ ഇന്റർഫിയർ ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറ്റില്ല, കാരണം അവര് മരവിച്ചു പോവടെ. കാരണം 1 ഡിഗ്രി ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ പറ്റും, മരിക്കും ആളുകൾ ചില സമയത്ത്. കാട് വല്ല പാമ്പ് കുത്തി എന്തെങ്കിലും വലിയ കാട് അതാണ് ഉണ്ടായിരുന്നു അവിടെ ആ സമയത്ത്. ഇന്നെല്ലാം സിറ്റി ചെയ്ത് വേറെ കാര്യം കേട്ടോ. എന്നിട്ട് അവസാനം അവരെ തിരിച്ചെടുത്തപ്പോ ഇതാണ് ചരിത്രം. നോക്കൂ എന്താണ് റൂള്. എവറിത്തിങ്, ഇതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അക്കോർഡിംഗ് ടു റൂൾസ് ഐ ഡിഡ്, ആൻഡ് അക്കോർഡിംഗ് ടു റൂൾസ് വെൽഫെയർ ആക്ടിവിറ്റി, ഐ വാസ് വെൽഫെയർ ഓഫീസർ ഓൾസോ. വെൽഫെയർ ഓഫീസർ പറഞ്ഞാൽ അപ്പോയിന്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കേട്ടോ. അവരുടെ അതിനൊക്കെ റൂൾസ് ഉണ്ട് വെൽഫെയർ ഓഫീസർ കേട്ടോ. 500 ആള് ഒരു വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരു വെൽഫെയർ ഓഫീസർ, 1000 ഉണ്ടെങ്കിൽ 2 വെൽഫെയർ ഓഫീസർ, അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അവർ കംപ്ലൈന്റ് ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യേണ്ടത് ഗസറ്റില്. അപ്പൊ ഞാനും വെൽഫെയർ ഓഫീസറാണ് വേണ്ടത് അവിടുത്തെ, കാരണം നിയമപരമായിട്ട്. അപ്പൊ അവസാനം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ദെൻ ഇമ്മീഡിയറ്റ്ലി ഐ റോട്ട് എ ലെറ്റർ. എന്ത് ചെയ്തറിയോ, ഞാൻ തന്നെ ഈ യൂണിയൻ ലീഡേഴ്സ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ആരോടും പറയണ്ട, നിങ്ങളൊരു മാപ്പ് എഴുതിത്താ, ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട്. കാരണം സസ്പെൻഷൻ ലെറ്റർ സെപ്പറേറ്റ് ആണ്, ആരോടും പറയണ്ട. ഞാൻ എന്താ ചെയ്യാൻ പറ്റും നോക്കട്ടെ, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ഒന്ന് എഴുതി തരൂ. വെള്ള കടലാസ് മതി, ഒപ്പിട്ടിട്ട് പേര്, എംപ്ലോയി കോഡ് നമ്പർ അത്തന്നു. ഞാൻ ഇത് എൻ്റെ ജന്മന ഞാൻ ഒരാൾക്ക് കാണിക്കില്ല. ഇത് എനിക്ക് ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണോ, നിങ്ങളെ സഹായിക്കാനാണോ. അവർക്ക് ഓരോ സിറ്റുവേഷൻ ഉണ്ടാകുന്ന അവർ ഇത് 5 ആൾ എഴുതി തന്നു. പ്രസിഡന്റ്, യൂണിയൻ പ്രസിഡന്റ്, അവരൊക്കെ വളരെ വയലന്റ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. അപ്പൊ തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ wrote a letter to chairman managing director, since he has apologized as in a humanitarian ground, we have to revoke the suspension of these workers, and they should be redeployed with retrospective effect. എന്ന് വിട്ടു അവരെ. അന്ന് മുതൽ അവർക്ക് തിരിച്ചെടുത്ത് ശമ്പളം കൊടുക്കണം. അത് കഴിഞ്ഞ് ചെയർമാൻ ചോദിച്ചു, ഈ ലാഫ്ഡ്, വാട്ട് ആർ യു ഡൂയിങ്? ഐ ടോൾഡ്, നോ സർ,
This will help the company, I told. See, this will really help. The major role I am playing, you will come to know later on. Chairman approved. And I took back. Everybody asked me, how did you do, when you issued the transfer order, the suspend letter, you took back? മനസ്സിലായോ? നിയമങ്ങൾ ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, no, that I did that, like that I avoided. Did they apologize? No. They not apologize because we have to take care of apologize to പറഞ്ഞാൽ വർക്കേഴ്സിന് പ്രശ്നമാണ്, അവരുടെ ഇമേജ് കൂടി ഉണ്ട്. Remember the letter which they gave me, I kept in the our this chest, that is locker. അതിൽ 3 key ആണ്. 3 key ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ വയ്ക്കില്ല. ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിക്ക്, എനിക്ക് ഒഫീഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഗവൺമെന്റിന്റെ, കൊടുക്കില്ല. ഒരു കീ അയാളെ കൊടുക്കാറുണ്ടായിരുന്നു, കൊടുത്തില്ല. കാരണം ഈ ലെറ്റർ ഒരാൾ കാണാൻ പാടില്ല. കാരണം വിശ്വാസവഞ്ചനയാണ്. അതിലാണ് അവരെ തിരിച്ചെടുത്തുന്നത്. കാരണം അത് പുറത്ത് ലീക്കായാൽ അവർക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അങ്ങനെ ഓർമ്മിച്ചോളൂ, ഞാൻ അവിടെ നിന്ന് പ്രൊമോഷനോടുകൂടി ട്രാൻസ്ഫർ ആയിട്ട് പോലും ഈ ഫയൽ ഞാൻ ക്യാരി ചെയ്തു, ഒരാൾക്കും കാണിച്ചില്ല. എന്നോട് പലരും, ഞാൻ ചാർജ് ചെയ്യാൻ പറയുന്ന സംഭവം, ആ ഫയൽ എവിടെ ചോദിച്ചു എന്നോട്. അങ്ങനത്തെ ഒരു ഫയൽ ഇല്ല പറഞ്ഞു. പോരെ, എന്റെ പിന്നാലെ നടന്നു ചാർജ് എൻ്റെ പറയുന്ന സമയത്ത് ആ ഫയൽ എവിടെയെന്ന് ഞാൻ കാണിച്ചു കൊടുത്തില്ല. കാരണം വിശ്വാസവഞ്ചന ചെയ്യരുതല്ലോ. ഞാൻ അത് എൻ്റെ കയ്യിൽ അത് വെച്ചു. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ നിയമങ്ങൾ പാലിക്കുമ്പോൾ നിയമം പാലിക്കണം. പക്ഷേ നിയമം പറഞ്ഞത് ആ നിയമത്തിന്റെ പരിധിയുടെ ഉള്ളിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ആ ചെയ്യുന്നതിലാണ് നിങ്ങളുടെ കഴിവ്. മനസ്സിലായോ? അതാണ്. അപ്പോൾ മീറ്റിംഗ്സ് അതെല്ലാം പറഞ്ഞു. ഫ്യൂച്ചർ സ്ട്രാറ്റജി, നമ്മൾ ഫ്യൂച്ചറിൽ എന്താ ചെയ്യേണ്ടത്, ഇവർക്ക് എന്തെല്ലാം ഗുണങ്ങൾ, അത് ഇതൊക്കെ സ്ട്രാറ്റജി, അതൊക്കെ അറിയാൻ ചെയ്യണം. പിന്നെ അടുത്ത് നാഷണൽ കമ്മീഷൻ, ഇവരുടെ ഡ്യൂട്ടി ഇൻവെസ്റ്റിഗേഷൻ, മോണിറ്റർ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അവിടെ ഇൻവെസ്റ്റിഗേറ്റ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ എന്ന് വിചാരിക്കുക, ആരെങ്കിലും അവഹേളിക്കുക, ഏതെങ്കിലും അവിടെ പെട്ട എൻക്വയറി ചെയ്യണം. എൻക്വയറി ടു സ്പെസിഫിക് കംപ്ലൈന്റ്. ഇത് ഷെഡ്യൂൾ ട്രൈബിന് SC കഴിഞ്ഞു. ഓക്കെ, സെയിം ആണ്. നോക്കൂ, അവിടെ SC എന്നുള്ളത് വെറും ST, ഇത് അതേമാതിരി തന്നെയാണത്. SC അതേമാതിരി തന്നെ ചെയ്യുന്നത്. അവിടെ SC ST രണ്ട് വിഭാഗം എന്ന് മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാം സെയിം ആണ്. പ്രൊവൈഡഡ് ബൈ സോ അങ്ങനെ. റെക്കമെൻഡേഷൻ സെയിം, അതൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. പിന്നെ പവേഴ്സ് ഓഫ് ദ കമ്മീഷൻ, പ്രൊസീജിയർ, ഇൻവെസ്റ്റിഗേഷൻ, ഫ്രീക്വൻസി, ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ഇവര് കൊല്ലത്തിലൊരു റിപ്പോർട്ട് ഉണ്ടാക്കണം. എന്തെല്ലാം കംപ്ലൈന്റ് കിട്ടി, എത്ര സോൾവ് ചെയ്തു. അതേമാതിരി അവര് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഗവൺമെന്റിനായിക്കോട്ടെ, ആർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ ആരാണ് ചെയർപേഴ്സൺ ആരാണ്, അവർക്ക് അറിയണം. പിന്നെ മോണിറ്ററിങ് ഫംഗ്ഷൻ, അതെല്ലാം പറഞ്ഞു. പിന്നെ ഇവർക്ക് സിവിൽ പവർ കോർട്ടിന്റെ പവറാണ്. SCക്കോ STക്കോ കമ്മീഷണർ ഉണ്ട്. സമ്മൺ, എൻഫോഴ്സ് ആൻഡ് എക്സാമിൻ, എൻ ഓത്ത്. പിന്നെ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഓത്ത് എടുക്കണം. ഗവർണറാണ് ചെയ്യുക. അതായത് നിയമപ്രകാരം ഭരണഘടനയിലെ ഭരണപ്രകാരം നമ്മുടെ ഇപ്പോഴത്തെ ഓത്ത് എടുക്കലല്ല, പറയലൊന്ന്, പ്രവർത്തിക്കൽ വേറെ അല്ല. സത്യസന്ധമായി ചെയ്യണം ഓത്തെടുക്കുമ്പോൾ. അതായത് ഭരണഘടന പ്രകാരം ഞാൻ എല്ലാം ചെയ്തോളാം എന്നാണ് ഓത്തെടുത്തിട്ടാണ് ഈ ഇത്. കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് ഇതൊക്കെ, മനസ്സിലായി? അപ്പോൾ അത് ഗവർണറാണ് കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ കോമ്പറ്റന്റ് അതോറിറ്റി മുമ്പിൽ ഓത്തെടുക്കണം. പിന്നെ ഡിസ്കവർ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനി ഡോക്യുമെന്റ് പെർട്ടൈനിങ് ടു STs. STയുടെ എല്ലാ കാര്യങ്ങളും ഇവരാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അടുത്ത് റിസീവ് എവിഡൻസ്, ചിലതിനൊക്കെ എവിഡൻസ് കളക്ട് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക, പബ്ലിക് റെക്കോർഡ്. ചിലതിന് റെക്കോർഡ് ചോദിക്കും. നോക്കൂ, എന്തിനാണ് റെക്കോർഡ്? ചിലർ റിക്രൂട്ട്മെന്റിൽ ഞങ്ങൾ ST എടുത്തിട്ടുണ്ട് കേട്ടോ, റെക്കോർഡ് കാണിക്കൂ. ഞങ്ങൾ ഇത്ര ST എടുത്തിട്ടുണ്ട് ഈ കൊല്ലം. ശരി, എന്നാ കാണിക്കൂ. പബ്ലിക് സർവീസ് കമ്മീഷൻ ഞങ്ങളെ ഇത്ര SC ST, ശരി, ST എത്ര എടുത്ത് കാണിക്കൂ, ലിസ്റ്റ് കാണിക്കൂ, പോരെ? അപ്പൊ അതാ എവിഡൻസ്. ആ ലിസ്റ്റ് കാണുമ്പോൾ അറിയാലല്ല എന്താ പരിപാടി എന്ന്. സോ എനി അതർ മാറ്റർ ആസ്. പിന്നെ പ്രസിഡന്റും ഗവർണറും, സ്റ്റേറ്റിൽ ഗവർണറും അവിടെ പ്രസിഡന്റും, പാർലമെന്റിന്റെ ഇതിലൊക്കെ ഇതുണ്ട്, ഇന്റർഫിയറൻസ് ഉണ്ട് ഇതില്. പിന്നെ കംപ്ലൈൻസ് റിസീവ്ഡ് ബൈ ST, അവരുടെ നാഷണൽ കമ്മീഷൻ ഫോർ ST ഇതേമാതിരി സെയിം SCയുടെ അതന്നെ. സേഫ് ഗാർഡ്, എഞ്ചിനീയറിങ്, അട്രോസിറ്റി. അവർക്ക് എന്തെങ്കിലും അവരെ പറ്റിയിട്ട് എന്തെങ്കിലും അവര് വെറുതെ മോശമാക്കി എന്തെങ്കിലും ചെയ്തെങ്കിൽ ഓഫീസിൽ അങ്ങനെ എന്തെങ്കിലും പബ്ലിക് പ്ലേസ്, ഞാൻ പറഞ്ഞില്ലേ പബ്ലിക് പ്ലേസിലൊന്നും പാടില്ല. നീ അങ്ങനവനാടാ, നീ അവനാടാ അതൊന്നും പറയാൻ പാടില്ല. അത് തെറ്റാണ്, നിയമത്തിനെതിരാണ് കേട്ടോ. വിത്ത് ദി ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് വർക്കിംഗ് ഇൻ SC. ഓക്കെ, അതെ, ടോൾ ഫ്രീ. നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അവിടെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. തേർഡ്ലി, ഡെഡിക്കേറ്റഡ് വെബ് പോർട്ടൽ ഉണ്ട്. ഇപ്പൊ പോർട്ടൽ നമുക്ക് ഓൺലൈൻ ചെയ്യാം കംപ്ലൈന്റ്.
ഓൺലൈൻ ചെയ്ത് അവർ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കും. ഇപ്പോൾ ഓൺലൈനിലാണ് പരിപാടികളൊക്കെ കംപ്ലീറ്റ് കേട്ടോ. അപ്പോൾ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നിലകൊള്ളണം. പിന്നെ ഇത് റീജിയണൽ ഓഫീസ് ഉണ്ട് ഇവരുടെ, ഓരോരോ റീജിയനിലെ. സെൻട്രലിലെ ഗവൺമെന്റിന്റെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റീജിയണൽ, കൊച്ചി റീജിയണൽ ഓഫീസ്, ട്രിവാൻഡ്രം റീജിയണൽ ഓഫീസ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതേമാതിരി കാരണം എന്താ പറയുക, ഈസി ആക്സസ് ടു ദീസ് ഓഫീസസ്. ആൻഡ് അതേമാതിരി യൂണിയൻ ടെറിട്ടറിയിലുണ്ട്, ഇവിടെ ഓരോ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് അവർ തീരുമാനിക്കും. ഫംഗ്ഷൻ, റീജിയണൽ ഓഫീസിന്റെ ഫംഗ്ഷനെ പറ്റി ജസ്റ്റ് വായിച്ചാൽ എന്താ റീജിയണൽ ഓഫീസ് ചെയ്യുക, ഇതേമാതിരി ഓരോന്ന് കംപ്ലൈന്റ് ഇതൊക്കെ സ്വീകരിക്കുക, പ്ലാൻ ഉണ്ടാക്കുക, ഫണ്ട് എത്ര വേണം നോക്കുക, അത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക മേപ്പെട്ട്, എന്നിട്ട് അപ്രൂവൽ എടുക്കുക. പിന്നെ അതേമാതിരി സ്റ്റേറ്റ് ഗവൺമെന്റ് നാഷണൽ ലെവലിലേക്ക് ഫോർവേഡ് ചെയ്യുക. അതേമാതിരി സ്റ്റേറ്റിന് എത്ര വേണം അവർ തീരുമാനിക്കുക, റിട്ടേൺ ഫയൽ ചെയ്യുക. ആരാണ് ചെയർപേഴ്സൺ ഇവർക്ക് സെലക്ട് ചെയ്യണം. ഓർമ്മിക്കണം, ഇവരെല്ലാം ലോ അറിയുന്ന ആളുകളായിരിക്കണം, മുഴുവൻ രാഷ്ട്രീയക്കാരാവരുത്. അതേമാതിരി യൂണിയൻ ടെറിട്ടറി ആരെ കോമ്പറ്റന്റ് ആയിരിക്കണം. കാരണം ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇവരിൽ നിന്ന് പ്രതീക്ഷയുണ്ട് ആളുകൾക്ക് കേട്ടോ. അപ്പൊ പിന്നെ then moreover they are expected to network with the authority. ഇവര് പലരോടും ലൈസൻ വർക്ക് ചെയ്യേണ്ടി വരും. ഓരോരോ കാര്യത്തിന് വേണ്ടി പലരെയും കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. പിന്നെ in order to improve the social mobility of SC/ST, the Constitution of India had constituted SCs and STs Commission 1950. It was started with a single special officer. However, due to the complexities faced by the target audience, there was a need for a strong representative and effective body. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഓൺ ദ അതർ ഹാൻഡ്, ഓയിങ് ടു ദ പൊളിറ്റിക്കൽ പ്രഷർ പുട്ട് ഫോർത്ത് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്, എ സിംഗിൾ, അത് പറഞ്ഞല്ലോ 2 വിഭജിച്ചു എന്ന്. അത് പാർലമെന്റാണ് തീരുമാനിച്ചത്. പൊളിറ്റിക്കൽ പ്രഷർ. ഇപ്പോൾ രാഷ്ട്രീയക്കാർ പറഞ്ഞു പോരാ, 2 ഇത് വിഭജിക്കണം. ഒരു കാര്യമുണ്ട്, 2 10 15 കമ്മീഷൻ ഉണ്ടെങ്കിലും ശരി, ചെയ്യേണ്ടത് ചെയ്യണം. അത് 1 ചെയ്യും, 2. ഇപ്പം ഞാൻ പറയട്ടെ, UPSC ഇന്ത്യയിൽ 1 അവർ ചെയ്യുന്നില്ല ഇവരുടെ കാര്യങ്ങൾ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഓക്കെ, അവരുടെ സ്റ്റേറ്റിൽ ഓരോ ഇതുണ്ട്, അവരെ ചെയ്യുന്നില്ലേ. ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അവരിപ്പോൾ സ്റ്റേറ്റിലും ഉണ്ടാവരുത്, അവർ ചെയ്യുന്നില്ല കാര്യങ്ങൾ. ഇത് 100 ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, അവരുടെ സബ് ഓഫീസ് ആവല്ലോ. പക്ഷെ നമുക്കെന്താ പ്രാധാന്യം അറിയോ, അർഹിക്കുന്നവർക്ക് കിട്ടേണ്ടവർക്ക് കിട്ടണം. ഇപ്പൊ SC ആണെച്ചാൽ അവർക്ക് കിട്ടണം, ST ആണെച്ചാൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കിട്ടണം. ഭരണഘടനയിൽ പറഞ്ഞ എല്ലാതും അവർക്ക് പരിഗണന കൊടുക്കണം. അതന്നെ. അടുത്ത് യൂണിറ്റ് 10, റോൾ ഓഫ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നമ്മുടെ സോഷ്യൽ, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ ഡിഫൻസിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി. സൊസൈറ്റിയുടെ ഡിഫൻസ് കേട്ടോ, സോഷ്യൽ ഡിഫൻസ്, അല്ലാണ്ട് ഡിഫൻസ് മിനിസ്ട്രി അല്ല. അപ്പോൾ എവല്യൂഷൻ ഓഫ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസ്, NISD, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസ്. അഡ്മിനിസ്ട്രേഷൻ പ്ലാനിങ്, ഇത് ഒരു ഇതാണ് സമ്മറി. നാഷണൽ സെന്റർ ഫോർ ഡ്രഗ് അബ്യൂസ്, അതായത് മരുന്ന് ഡ്രഗ് ഉണ്ടല്ലോ, അപ്പൊ അതിനുണ്ടൊരു ഇത് നമ്മുടെ സെന്റർ. അതായത് ആളുകളെ മറ്റേ ഈ ഡ്രഗിലുള്ള ആളുകളെയൊക്കെ കൗൺസിലിങ്ങിനോടുകൂടി ശരിയാക്കുന്നില്ലേ, അതാണത് ഇവരുടെ പരിപാടി കേട്ടോ. ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അത് പല കാരണങ്ങളുണ്ട്. അത് വളർന്നു വരുന്ന സാഹചര്യങ്ങളും, അതേമാതിരി ഒന്ന് കണ്ട ഒരു കൊച്ചുകുട്ടി 4, 5, 6 വയസ്സിൽ ആയിട്ടുള്ളൂ, മൊബൈല് പടം കാണുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചിട്ട് കുട്ടി മരിച്ചു. മനസ്സിലായില്ലേ? ഓരോരോ സാഹചര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രത്യേകം നമ്മുടെ ന്യൂ ജനറേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളിതോരോ പ്രവർത്തനം വിനാശകല, വിപരീത ബുദ്ധി, ഇതേമാതിരി ഡ്രഗ് ഇതേമാതിരി ഉണ്ടല്ലോ, പിന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്തവരും, അതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തവരും, ഡ്രഗ് അബ്യൂസ്. അപ്പൊ അതിൽ ആണുണ്ട് പെണ്ണുണ്ട്, ശ്രദ്ധിക്കണേ. അപ്പൊ ഇതൊക്കെ നമ്മൾ അത് അങ്ങനെ അഡിക്റ്റ് പല സാഹചര്യങ്ങളുണ്ടാവും കേട്ടോ. അതുകൂടി ഉണ്ട്. ചിലപ്പോൾ ആരെങ്കിലും കുറ്റമല്ല, ചിലപ്പോൾ അവർക്ക് ആരെങ്കിലും കൊടുത്താൽ പിന്നെ അത് കിട്ടാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ കഴിക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട് പല കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്ന് മോക്ഷം, അതാണ് നാഷണൽ സെന്റർ. പിന്നെ സീനിയർ സിറ്റിസൺ വരുന്നുണ്ട്, അപ്പൊ പറയാം. സോഷ്യൽ ഡിഫൻസ്, റിസർച്ച് ആൻഡ് ഡോക്യുമെന്റേഷൻ. അടുത്തത് വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ ഡിഫൻസ്, പറഞ്ഞാൽ സൊസൈറ്റിയുടെ ഡിഫൻസ് കേട്ടോ. അത് ഇറ്റ് മീൻസ് എ സൗണ്ട് സോഷ്യൽ പോളിസി ദാറ്റ് കൺഫ്രോണ്ട് ഇൻജസ്റ്റിസ്. അത് ആളുകളിലൊക്കെ ഒന്ന് ഇൻജസ്റ്റിസ് പാടില്ല. ബീങ് ഫേസ്ഡ് ബൈ ദ വൾണറബിൾ പോപ്പുലേഷൻ. നമ്മുടെ പോപ്പുലേഷനിൽ പല പണക്കാരും പല വിധത്തിലുള്ള ആളുകളല്ലേ നമ്മുടെ പോപ്പുലേഷനിൽ, മനസ്സിലല്ലേ? വി ഹാവ് ആൾറെഡി റെഡ് യൂണിറ്റ് 11,
that social justice is about fairly distributing the unit 2 ആണോ അതുകൊണ്ടോ യൂണിറ്റ് 2 ആണോ ഓക്കെ അതുപോട്ടെ പിന്നെ is about fairly distributing the resources to the target audience so that they feel safe and secure. From the perspective social defense policy and defense process must be advanced to protect അതായത് നമ്മുടെ ജനങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടല്ലോ, ജീവിക്കാനുള്ള അവകാശങ്ങളും അതേമാതിരി ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കാനൊക്കെ, വിദ്യാഭ്യാസം എല്ലാം, ഹെൽത്ത്, ഇതൊക്കെ ഉണ്ടല്ലോ, അതന്നെ അത് ഈ ഹ്യൂമൻ റൈറ്റ്സിൽ പെട്ടെന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സെക്കൻഡ്ലി ദ പ്രോസസ് ട്രൈസ് ടു അഡ്വാൻസ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അതായത് നമുക്ക് ജോലി വേണ്ടേ, എന്നാലല്ലേ ഒരു സൊസൈറ്റിയിൽ സ്ഥാനം ഉണ്ടാവും. പിന്നെ നമ്മൾ നമ്മുടേതായ ഡിഗ്നിറ്റി, നമ്മൾക്ക് അതുമാതിരി ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ അതനുസരിച്ച് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡിഗ്നിറ്റി ഉള്ളൂന്നില്ല കേട്ടോ. ഇല്ലാത്ത ആളുകൾ വില്യം ഷേക്സ്പിയർ സ്കൂളിൽ പോയിട്ടുണ്ടാകും. അതേമാതിരി അയാളാരെ ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രമാറ്റിക്, എത്ര ബുക്കാണ് അയാൾ എഴുതിയിരുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ ഇപ്പൊ സ്കൂളിൽ പഠിക്കും പോകാത്ത ഒരാളുകളുണ്ട്, എത്രയോ ആളുകളുണ്ട്, പക്ഷെ എത്രയോ വിദ്വാൻമാരാണ് അവരെല്ലാം, അവരുണ്ട്. അപ്പൊ ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിയാലിറ്റി വിസാവിസ് ജെൻഡർ, ഏജ്, ഇൻകം ലെവൽ, വിക്ടിംസ് ഓഫ് വേരിയസ് ഫോംസ് ഓഫ് ക്രൈം എക്സെട്ര. ഇപ്പൊ പിന്നെ പണത്തിനല്ലേ വിലയുള്ളൂ, അപ്പൊ ഇൻകം അല്ലേ നമുക്ക് എത്ര ഇതുണ്ട് എന്നൊക്കെ, അതൊക്കെ ശാശ്വതമല്ല കേട്ടോ. ഈ ഇൻകം പറഞ്ഞിട്ട് നമ്മൾ അതിനുവേണ്ടി ചാവരുത് കേട്ടോ. ഈ ഇൻകം പ്രത്യേകം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, ചിലപ്പോൾ ഇതിൽ യങ്ങർ ആയിട്ടുള്ള ആളുകളുണ്ടോ, പക്ഷെ ഇതിൽ സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ടോ. നമ്മൾ ഇൻകം പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി മാത്രം പൈസ, അതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ജീവിക്കാൻ വേണ്ടി പൈസ വേണം, പൈസ ആവശ്യമാണ്. പല കാര്യങ്ങളുള്ളത്, നമുക്ക് അസുഖങ്ങൾ വരും, നമ്മുടെ കുടുംബം വേണം, അല്ലെ വീട് ഉണ്ടാക്കണം, അതിനൊക്കെ വേണം. പക്ഷെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പല മാർഗങ്ങളുണ്ടല്ലോ പൈസ ഉണ്ടാക്കാൻ. അതല്ലേ ഇപ്പൊ നമ്മൾ ഡെയിലി ടി വിയിൽ കാണുന്നത്, മനസ്സിലല്ലേ? സ്വർണ്ണം കടത്തില്, മറ്റേ കടത്തില്, എന്നിട്ടോ അവസാനം അത് ദിനാള യോഗം ഉണ്ടാവും ചിലപ്പോ, ഇങ്ങനെയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് സാറ്റിസ്ഫൈ വിത്ത് വാട്ട് യു ഹാവ്, അതാണ് ഏറ്റവും നല്ലത് മനസ്സംതൃപ്തിക്ക്. ആവശ്യമുള്ളത് വേണം, അത് ജസ്റ്റിഫയബിൾ വേ. നമ്മൾ അധ്വാനിച്ച് അതിന് മധുരം കൂടുതലാണ്, മനസ്സിലായ? പിന്നെ ഇൻകം ലെവൽസ് അല്ലാതെ നമ്മുടെ ഇൻകം ഉള്ളവർക്ക് മാത്രം കൂടുതൽ റെസ്പെക്ട്, അതൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ആ ഇൻകം പെട്ടെന്ന് കീപ്പിട്ട് പോഴും. ഇപ്പൊ നമ്മുടെ അടുത്ത എന്തായി, ലോകത്തില് 2ാം സ്ഥാനമുള്ളത് ഇപ്പൊ എത്ര, 26, 27ആണ്. അതൊന്നും പ്രതീക്ഷിച്ച് വയ്യാതെ ഇതേമാതിരിയൊക്കെ പലതും ഇപ്പൊ ഞാൻ അയാളെ കുറ്റം പറയല്ല കേട്ടോ, ഇതൊരു ഉദാഹരണമാണ്. ഇതേമാതിരി പലർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ട ആളല്ല നാളെ, ചിലത് പെട്ടെന്ന് ഉടയും നമ്മുടെ ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മളെ എന്നും ശാശ്വതമായി നിലനിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതേമാതിരി വിക്ടിംസ് ഓഫ് വേരിയസ് ഫോംസ് ക്രൈം, ചിലര് വിക്ടിംസ് ഉണ്ടാവും ഓരോരോ ക്രൈമിന്റെ, അല്ലേ? അവരോട് സിമ്പതി നമ്മൾ കാണിക്കുന്ന സമൂഹത്തിൽ. സോഷ്യൽ ഡിഫൻസ് പലരും നോക്കും. ഇപ്പൊ ചിലപ്പോ കോവിഡ് കൊണ്ട് അച്ഛനും പോയി അമ്മയും പോയി, കൊച്ചുകുട്ടി മാത്രമുണ്ട് ബാക്കി. അപ്പൊ അതുകൊണ്ട് പിന്നെ ചില ക്രൈം അച്ഛനെയും കൊല്ലും, അമ്മയും കൊല്ലും, അല്ലെങ്കിൽ ചേച്ചിയും കൊല്ലും, അനുജനും ഒരു കുട്ടി മാത്രം ബാക്കി. അപ്പൊ ക്രൈമിന്റെ വിക്ടിമായില്ലേ അവിടെ? അങ്ങനെയുണ്ട് പലതും ക്രൈം. അപ്പൊ അവർക്ക് ജീവിക്കാനല്ലേ സൊസൈറ്റിയിലെ എവിടെ കിട്ടും കാശ്? എവിടുന്ന് കിട്ടും? എങ്ങനെ? ചിലപ്പോൾ വീടെന്നെ കത്തിച്ചു കളഞ്ഞു. ഇപ്പൊ യു പിയിലൊക്കെ കാണാമല്ലോ, വീടെല്ലാം കത്തിച്ചു കളയില്. അപ്പോ സ്കോളേഴ്സ് ഹാവ് ബീൻ വോക്കൽ അബൌട്ട് മോഡേൺ ഗവൺമെന്റ്. ഇന്നത്തെ കാലത്തെ ഗവൺമെന്റിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു സെറ്റ് റൈറ്റ് ദ ഇൻകപ്പബിലിറ്റി ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ദ ഡിസ്ക്രിമിനേഷൻ. പാടില്ല. ഇന്ന് മോഡേൺ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റ് പാടില്ല. നീ അതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എങ്ങനെയാണ്, പണമുള്ളവനാണ്, പണമില്ലാത്ത, നോ, ആളറിയിക്കൽ. അതായിരിക്കണം നല്ല ഗവൺമെന്റ്. ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കുക, അത് തന്നെ, അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുക. അവരൊക്കെ ജീവിക്കാൻ ഒരേമാതിരി ഒരു പാരിറ്റിയോട് കൂടി ഇതായിട്ട് കൂടുക, അല്ലാണ്ട് ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല. പ്രിജുഡൈസ് നമുക്കുണ്ടല്ലോ ചില സർപ്പമാര്, നമ്മൾ എന്താ പറയുക, ഇത് വാശി, പക പാടില്ല. അച്ഛാ, ഫ്രാഗ്മെന്റേഷൻ സൊസൈറ്റിയിൽ അങ്ങനെ പക പാടില്ല കേട്ടോ. അങ്ങനെയുണ്ട്, ഞാൻ കണ്ടോളാം, ഇന്നാൾ എടുത്തോളാം നാളെ, അല്ലെങ്കിൽ പിന്നെ ഇപ്പം കണ്ടോളാം ഞാൻ, അതൊന്നും പാടില്ല, മനസ്സിലായി? അതെല്ലാം അപകടകരമായിട്ട് പരിണമിക്കും. പിന്നീട് ചെറിയൊരു കാര്യം അത് വലിയ കാര്യമായിട്ട് പരിണമിക്കും. സമയത്തിന്റെ അഭാവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു പർവ്വതത്തിന്ന് മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം, അത് കുറേ തുള്ളി വെള്ളം, അതിങ്ങനെ വരണു ഭൂമിയിലേക്ക്, ഇതിലേക്ക് വരണം, കാട്ടിൽ കൂടെ ഒരു ചെറിയ അരുവിയായിട്ട് ഇങ്ങോട്ട് വരണു.
ഭൂമിയിലേക്ക് പതിക്കുന്നു, ചെറിയൊരു ചാലായിട്ട് വരുന്നു, അത് കൂടെ വെള്ളം വരുന്നു, അത് വലുതായിട്ട് വരുന്നു, അത് കുറച്ചൊരു ചെറിയ ഒരു ഇതായിട്ട് നദിയായിട്ടോ കനാലായിട്ട് ഇതായിട്ട് വരുന്നു, നദിയായിട്ട് വരുന്നു, അത് പിന്നെ ഒരു വിശാലമായ ഒരു നദിയാവണു. കുറെ കഴിഞ്ഞ് ആ നദിയിൽ വേറെ പോഷക നദി ഇൻക്ലൂഡ് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. കുറെ കഴിഞ്ഞിട്ട് അത് സമുദ്രത്തിനോട് കൂടി യോജിക്കുന്നു. പക്ഷേ അവിടെ ആ ആ നദിയുടെ ഐഡന്റിറ്റി പോകുന്നു. സമുദ്രത്തിൽ വെള്ളം ചേർന്നാൽ അത് എവിടുന്ന് വന്ന് വെള്ളം എന്ന് ആർക്കും പറയാൻ പറ്റുമോ? പെരിയാർ റിവറിന്ന് വെള്ളമാണോ, ചന്ദ്രഗിരിപ്പുഴയുടെ വെള്ളമാണോ, ഭാരതപ്പുഴ വെള്ളമാണെന്ന് എങ്ങനെ അറിയാം? അറബിക്കടലിൽ എത്ര നദി ചേരുന്നുണ്ട്? അപ്പോ വി ലൂസ് അവർ ഐഡന്റിറ്റി. ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എൻ ഓഷ്യൻ. നമുക്കറിയില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ചില സമയത്ത് ഐഡന്റിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ഒരു കാര്യം മതി, അത് ചിലപ്പോൾ ഉണ്ട് അത് വലിയ കാര്യമായിട്ട് പരിണമിക്കും. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു തീയെ അത് കെടുത്തിയിട്ടില്ല, എന്തായിരിക്കും ശരി? ഒരു റിഫൈനറിയിൽ എന്തായിരിക്കും ശരി പറയാൻ പറ്റുമോ? ചെറിയൊരു കാര്യം. അപ്പൊ അത് അങ്ങനെയൊക്കെ എത്രയോ ഇൻസിഡന്റ് എനിക്ക് പറയാൻ പറ്റും. ചെറിയ സംഗതിന്ന് കേവലം ഒരു 10 വയസ്സുണ്ട് ഒരു സ്റ്റേറ്റ് നിശ്ചലമായ കഥ എനിക്കറിയാം. എൻ്റെ ഒരു സുഹൃത്ത് ചെയ്ത പണി. സ്റ്റേറ്റ് നിശ്ചലമായി 10 പൈസ. എനിക്കിട്ട സംഭവം ഒരു ഞായറാഴ്ച കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് കൺസെഷനിലെ ബസ്സിൽ. അപ്പോ കണ്ടക്ടറെ ടിക്കറ്റ് എടുത്തു, മേടിച്ചു. അന്ന് 20 പൈസയാണ്. അപ്പൊ 10 പൈസ സാധാരണ കൊടുക്കണ്ടു. 50% കമ്മീഷൻ ഇതാണ് നമുക്ക് സ്റ്റുഡൻറ്റിന്. ആ 10 പൈസ കൊടുക്കണം. പക്ഷേ സൺഡേക്ക് ഫുള്ളായിട്ട് കൊടുക്കണം, സൺഡേ പ്രൈവറ്റ് ബസ്സിന്. അപ്പൊ ഞാൻ 20 പൈസ കൊടുത്തു. കോളേജിൽ പോകുമ്പോൾ സമയത്ത് അവൻ എൻ്റെ ഉറ്റ സുഹൃത്ത് അവൻ 10 പൈസ കൊടുത്തുള്ളൂ. കണ്ടക്ടർ ടിക്കറ്റ് എഴുതി 20 പൈസ അവന് കൊടുത്തില്ല. അവസാനം ഇതായി. അവസാനം ബസ് ഇറങ്ങുന്ന സമയത്ത് കേട്ടോളൂ, പെട്ടെന്ന് പറയാം. ബസ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ടിക്കറ്റ് എഴുതി, ഞാൻ സാധു മനുഷ്യനാണ്, എൻ്റെ ഫാമിലി, എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന കാശ് എനിക്കില്ല, അതുകൊണ്ട് നീ പൈസ തന്നിട്ട് പോയാൽ മതി. അവൻ്റെ കുടയും മേടിച്ചു വെച്ചു. ആരുടെ? ഈ സ്റ്റുഡൻറ്റ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കുട. മഴക്കാലമായിരുന്നു. ഈ പയ്യൻ എൻ്റെ സുഹൃത്ത് ഒരു ക്ഷീണിച്ചെറുത്തനായിരുന്നു. ഒറ്റ അടിയാണ് കൊടുത്തു. ആരുടെ അടുത്ത്? നമ്മുടെ കണ്ടക്ടർക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു എല്ലാ ബസ് നിന്ന് മോട്ടോർ തൊഴിലാളി ഉപദ്രവിച്ചു പറഞ്ഞിട്ട് ബസ്. അപ്പൊ ഇവന് അടി വെച്ചപ്പോ കൊടുത്തു, അവനൊരു അടി കൊടുത്തു. പോരെ. കുറെ കഴിഞ്ഞപ്പോ കണ്ടു കോളേജിൽ നിന്ന് സ്റ്റുഡന്റിനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ജാഥ, ഇവിടുന്ന് മോട്ടോർ വെഹിക്കിളിന്റെ ജാഥ, അവസാനം ബന്ദ്. പോരെ. ഹർത്താല്. പിന്നെ വി ആർ വെരി പെക്യൂലിയറിലോ. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അടുത്ത ദിവസം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവരോട് യോജിപ്പ് കൂട്ടിയിട്ട് കംപ്ലീറ്റ് ഡിസ്ട്രിക്റ്റിലെ ട്രാൻസ്പോർട്ട് തൊഴിലാളി മർദ്ദിച്ചു പറഞ്ഞിട്ട് ബസ്സുകളൊക്കെ നിന്നു. അവരോട് അനുകൂലിച്ചിട്ട് ആ കോളേജ് ഈ കോളേജ് എല്ലാം കൂടി ചേർന്ന വിദ്യാഭ്യാസം അവിടെ അടച്ചു. പോരെ. കോളേജും അടച്ചു, ബസ്സുകളും ഇല്ല, ഒന്നുമില്ല, വാഹനമൊക്കെ നിന്നു. 10 പൈസ. അവസാനം ഞാൻ സമ്മറി ഒരു ചെറിയൊരു ഉദാഹരണത്തിൽ, ബാക്കി ഞാൻ പറയുന്നില്ല. അവസാനം അവിടെ നിന്ന് ഒരു പത്രം പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഈവനിങ്ങിൽ. എന്താണ്? സ്വരാജ്. ഓർമ്മിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവമാണ്. ഞാൻ നന്നായിട്ട് അറിയുന്നതാണ്. ഞാൻ അതിൻ്റെ മുമ്പിലാണ് പഠിച്ചിരുന്നത്. അയാൾ എന്ത് ചെയ്തു പറയാ, ആ പത്രത്തിൽ എഴുതിയ, അയ്യോ ഇത് കുട്ടികളുടെ തെറ്റാണ്, ഇത് അങ്ങനെ പാടില്ല, സൺഡേ ഇതില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം എന്താ പറ്റി? പത്ര എഡിറ്ററെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മനോരമയില്ല, മാതൃഭൂമിയില്ല, ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുക. അപ്പൊ ചെറിയ നിങ്ങൾ വിചാരിക്കും ചെറിയൊരു കാര്യമാണ്, ചിലപ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്യും. ചിലപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കയ്യിലെല്ലാ കാര്യങ്ങളാണ്. എനിവേ, ഇവാലുവേഷൻ. അപ്പൊ ചെറിയ കാര്യമൊക്കെ നമ്മൾ ഓരോ കാര്യം ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യാന്നർത്ഥം. ചെറുതാണ് വലുതാണ് പറഞ്ഞിട്ട് ചെയ്ത ചെറിയ കാര്യം ചിലപ്പോൾ അത് വലിയ കാര്യമായിട്ട് പരിണമിക്കും. പിന്നെ evolution of the National Institute of Social Defense. The National Institute of Social Defense was brilliantly associated on the ministry, the Home Minister കീഴിലാണ് കേട്ടോ. In 61. Originally it was called as Central Bureau of Correctional Services. In 1964 Central Bureau came under the Department of Social Security. ഇപ്പൊ മിനിസ്ട്രി ഉണ്ട് സോഷ്യൽ സെക്യൂരിറ്റി കേട്ടോ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണിത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. കാരണം എന്താ സംഭവം അറിയാം, ഈ 64 അമ്പോണം അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് മാറും, അത് കഴിഞ്ഞ് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് തള്ളും, അത് കഴിഞ്ഞ് വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ തള്ളും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. പണ്ട്
നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ നമ്മുടെ മുഴുവൻ ഈ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് എല്ലാം റേഷൻ കാർഡ് ഇതൊക്കെ ചെയ്ത് കമ്പ്യൂട്ടറൈസേഷൻ റെയിൽവേ ഇതൊക്കെ അവരാ ചെയ്തതാണ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ. കാരണം എനിക്കറിയാം, ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സിൽ 1976 ജോയിൻ ചെയ്യുമ്പോൾ ഉടലെടുത്തതാണത്. ശേഷഗിരി പറഞ്ഞ ഡോക്ടർ ശേഷഗിരി ആയിരുന്നു അതിന്റെ ഡയറക്ടർ. അന്ന് മുതൽക്ക് എനിക്കറിയാം ഇതിന്റെ ചരിത്രം. അത് ആദ്യം ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സിലായി, പിന്നെ അത് ടെലികമ്മ്യൂണിക്കേഷനിലായി, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലാനിംഗ് കമ്മീഷനിലായി, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനിലായി, പിന്നെ അത് കഴിഞ്ഞിട്ട് എഗെയിൻ വേറൊരു മിനിസ്ട്രിയിലായി, ഇപ്പൊ ഇതാ പിന്നെയും IT വന്നത്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കും. അപ്പൊ നമ്മൾ ഇതങ്ങനെ വായിച്ചു പോവുക. ഓക്കെ, സെക്കൻഡ് ചിലപ്പോൾ മിനിസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യും. പിന്നെ പണ്ട് ഈ പഞ്ചായത്ത് രാജ് റൂറൽ ഇതിലാണ് വന്നിരുന്നത്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഇപ്പോഴത്തെ പഞ്ചായത്ത് രാജ് സെപ്പറേറ്റ് മന്ത്രി ഉണ്ട്, മനസ്സിലായോ? സോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടുതൽ വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. കാരണം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓർഗനൈസേഷൻ മാനേജ്മെന്റ് അതിന് ഒക്കെ മൾട്ടി ലെവൽ സപ്പോർട്ട് അങ്ങനെ പോകുന്നു. ഇതിന്റെ ഡയറക്ടർ ഉണ്ട്, അതേമാതിരി ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട്, അഡീഷണൽ ഡയറക്ടർ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, അണ്ടർ സെക്രട്ടറി ഉണ്ട്, ഓരോരോ കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ അതിന്റെ ഘടന അതാണ് പറയുന്നത്. ഓരോരോ കമ്മീഷനും ഓരോ ഇതിന്റെ സ്ട്രക്ചർ ഉണ്ട്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. അതിൽ ആരാണ് ടോപ്പ്? ചിലപ്പോൾ സെക്രട്ടറി ആയിരിക്കും, ചിലപ്പോൾ ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും, ഡയറക്ടർ ആയിരിക്കും. അങ്ങനെ സെക്രട്ടറി ഈസ് the person who is to take the policy decision, and implementation is the director level. സെക്രട്ടറി ആണ് ടോപ്പ്, അത് കഴിഞ്ഞാൽ അഡീഷണൽ സെക്രട്ടറി ആണ്, അത് കഴിഞ്ഞാൽ ജോയിന്റ് സെക്രട്ടറി ആണ്, അത് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആണ്, അത് കഴിഞ്ഞാൽ അണ്ടർ സെക്രട്ടറി ആണ്. അങ്ങനെ പോകുന്നു കഥ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് പരിപാടി. പിന്നെ അതെ എന്താണ് കൂടുതലും ഉണ്ടോ? അതേമാതിരി പ്ലാനിങ്, ഇതിന് ചില ഗ്രാൻഡിനേഡ് ഗവൺമെന്റ് പൈസ കൊടുക്കുന്നുണ്ട്. ഗ്രാൻഡിനേഡ് പറയുന്നത് അറിയോ? പലിശ ഇല്ലാതെ സഹായം കൊടുക്കുക. ചില സമയത്ത് നോമിനലായിട്ട് പലിശ മേടിക്കും, 1%, 2%. അതൊക്കെ ഒരു സഹായം, ഒരു പ്രൊജക്ടിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ കേട്ടോ. ഗ്രാൻഡിനേഡ് പറഞ്ഞ ഗവൺമെന്റിന്റെ സഹായം. ഇല്ലസ്ട്രേഷൻ 2017-18 പറ്റിയിട്ട് പ്രോഗ്രാം, ഇതൊക്കെ ഓരോ പ്ലാനിംഗ് കമ്മീഷനിലും ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോ നാഷണൽ സെന്റർ ഫോർ ഡ്രഗ് അബ്യൂസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് കൂടുതൽ എന്തിനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മരുന്ന് ഡ്രഗ് അതന്നെ പല സ്ഥാപനങ്ങളുണ്ട് ഇതൊക്കെ. അതായത് നോക്കൂ, നാഷണൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് ട്രീറ്റ്മെന്റ് സെന്റർ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡൽഹിയിൽ had collected the first national survey on extent and pattern of substance use. അവരാണ് നമ്മുടെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കൺട്രി, എയിംസ് ഡൽഹി, മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ കീഴിൽ വരുന്നതാണത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. വളരെ ഓൾഡസ്റ്റ് ആൻഡ് വെരി പ്രോമിനന്റ്. സോ പിന്നെ കീപ്പിംഗ് ഇൻ വ്യൂ ദി സബ്സ്റ്റൻസ് അബ്യൂസ്, മണ്ണിന്റെ ഇതിന്റെയാണ് ഡ്രഗിന്റെ അബ്യൂസ്, അതെങ്ങനെ കൗൺസിൽ ചെയ്ത് ആളെ ശരിയാക്കുക, അതൊക്കെ തന്നെ. പിന്നെ ഫ്രെയിമിംഗ് പ്രിവെന്റീവ് പോളിസി, ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ബെറ്റർ കവറേജോ കൺട്രി വൈഡ് സർവീസ് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, എന്നൊക്കെയാണ് അത്. സീനിയർ സിറ്റിസൺ, വയസ്സന്മാര്. അപ്പോ ഇവിടെ അവശത അല്ലേ, അതിന്റെ അർത്ഥം പിന്നെ എന്താണത്, വയോജനർ ആണ് മലയാളത്തില്. തെറ്റിദ്ധരിക്കരുത്, ചിലപ്പോൾ മറന്നുപോയ എനിക്ക്. അവരുടെ കെയർ അത് വളരെ 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 ഡേഞ്ചറസ് ആണ്, ഞാൻ പറയുന്നു. എസ്പെഷ്യലി ഇൻ കേരള. മക്കള് അമേരിക്കയിലും ന്യൂസിലൻഡിലും, അച്ഛനും പിടിയും, അച്ഛനുണ്ടാവും ഒരു പട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ് ഒന്നും പിടിയും. അവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ വൃദ്ധസദനത്തില് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കേരളത്തിൽ എത്രയോ ഉണ്ട്, മനസ്സിലായോ? അച്ഛൻ അവർ വന്നിട്ട് ലീവിൽ വന്നിട്ട് അവർ വന്നിട്ട് മാക്സിമം 2 കൊല്ലത്തിന് പ്രാവശ്യം വന്നിട്ട് വീട്ടിൽ 2 ദിവസം താമസിക്കും. അച്ഛനോട് അവിടെ താമസിച്ചോളം പറയും. ചില സമയത്ത് അച്ഛന് എന്തിനാ അവിടെ, നിങ്ങളൊരു കാര്യം ഞാൻ ബംഗ്ലാവ് വിറ്റിട്ട് നിങ്ങളെ ഞാൻ 2000 രൂപ കൊടുത്തുള്ള വൃദ്ധസ്ഥാനത്തിൽ 5000 രൂപ കൊടുത്തോളാം. അച്ഛൻ അവിടെ വൃദ്ധസ്ഥാനത്തിൽ വരുന്ന അവിടെ ഭക്ഷണം കിട്ടും, പോരെ. അത് കേറല്ല കേട്ടോ. നാളെ ഇയാൾക്കും വയസ്സാവല്ലോ, അപ്പൊ അയാൾക്ക് അവിടെ പോണ്ടി വരും, പേടിക്കണ്ട. അയാളുടെ മക്കളും ഇത് കണ്ടിട്ടല്ലേ വളരണേ. അപ്പോ മെയിൻ്റെനൻസ് ആൻഡ് വെൽഫെയർ ആൻഡ് സീനിയർ സിറ്റിസൺ, അവരുടെ സീനിയർ സിറ്റിസൺ. നിങ്ങൾ ആലോചിക്കുന്ന സീനിയർ സിറ്റിസൺ പറഞ്ഞാൽ എന്താ, 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺ ആയോ? എത്രയോ കൊല്ലം ബാക്കിയില്ലേ ജീവിക്കാൻ. അപ്പൊ അവർക്ക് പെൻഷൻ എന്താ കാരണം അറിയോ? അവർ കിട്ടുന്ന പൈസ മുഴുവൻ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും, വിദ്യാഭ്യാസത്തിന് വേണ്ടി, വീട് വെക്കാൻ വേണ്ടിയിട്ട്, കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി അവരുടെ കയ്യിൽ എന്ത് പൈസ ഉണ്ടാവുക? അവർക്ക് ജീവിക്കാനുള്ള കാശുണ്ടാവുമോ? അതൊന്ന്. അപ്പോ സോഷ്യൽ ഡിഫൻസ്, സ്റ്റിഗ്മ, അങ്ങനെ അതേമാതിരി എവരിഡേ ടാർഗറ്റ്. പിന്നെ ടെൻഷൻ കണ്ടമാനം അവർക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് വയസ്സാവുമ്പം അസുഖങ്ങൾ വന്നു വരും. അതും അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും, ചില സമയത്ത് ലിവറിന്റെ ആയിരിക്കും. എല്ലാം കോസ്റ്റ്ലി ട്രീറ്റ്മെന്റ് ആയിരിക്കും മിക്കവാറും. ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്,
പക്ഷേ അതിന് പൈസ വേണ്ടേ? പിന്നെ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെന്ന് വെച്ചാൽ പ്രീമിയം കൂടുതലായിരിക്കും, കാരണം വയസ്സന്മാർക്ക് അസുഖങ്ങൾ കൂടുതലല്ലേ. ചിലപ്പോൾ ഇൻഡൈജേഷൻ മറ്റേതൊക്കെ ആയിരിക്കും, ബ്ലഡ് പ്രഷർ, ഇത് സോ മെനി തിങ്. അപ്പോൾ എൽഡർലി, ട്രാൻസ്ജെൻഡർ ഇതുണ്ട്, അങ്ങനെ പലരും അവരുടെ വിക്ടിം ഉണ്ട്, HIV ഇതുണ്ട്, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഉണ്ട്, ഹ്യൂമൻ ട്രാഫിക്കിങ്, പ്രിസൺ, പ്രൊബേഷൻ സർവീസ്, അങ്ങനെ പലതും ഉണ്ട് ഓരോരോ കാര്യങ്ങൾ. ഹെൽത്ത്, ഹെൻസ് ദ എയിം ടു ബിൽഡ് അവ എല്ലാവരും ഈ കാറ്റഗറിയിലെ ആളുകളുടെ സംരക്ഷണം, അതാണ് സോഷ്യൽ ഡിഫൻസ്. വയസ്സായ ആളുകള്, വയോധികരല്ലേ പറയാം മലയാളത്തിൽ. ഓക്കെ, മെയിൻ്റെനൻസ് വെൽഫെയർ സീനിയർ സിറ്റിസൺ. അവര് സീനിയർ സിറ്റിസൺ പറഞ്ഞാൽ ഹാഡ് ഡൺ ദെയർ ലെവൽ ബെസ്റ്റ് വെൻ ദേ വെർ യങ്. രാഷ്ട്രസേവനം ചെയ്തിട്ടുണ്ടാവില്ല പട്ടാൾക്കാരെ, കാർഗിലിനും പോയിട്ടൊക്കെ പലയിടത്തും യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ്, നമ്മുടെ ബോർഡർ കീപ്പ് ചെയ്തല്ലേ, അവര് ബോർഡർ നിൽക്കൊണ്ടല്ലേ നമ്മൾ കടന്നുറങ്ങുന്നത് ശരിക്കും അല്ലേ. പോലീസുകാരൊക്കെ 4 പേർ ഉണ്ടാവുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ എന്തായാലും സ്ഥിതി എന്തായാലും. ഇപ്പൊ സുഡാനത്തെ സ്ഥിതി എന്താ? ഇന്ന് പോയിട്ടുണ്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എവിടേക്ക്, സൗദി അറേബ്യയിലേക്ക്. എന്തിന്? അവർ ഷിപ്പിൽ കൊണ്ടുവരണം, എന്തിനാണ്? അവിടെ കിടക്കുന്നുണ്ടാവും കുറെ ആള്, മനസ്സിലായില്ലേ? അപ്പൊ ഇതാ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ വെൽഫെയർ എന്തൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ മാർജിനലൈസേഷൻ, പിന്നെ ഡ്രഗിന്റെ യൂസ് ആണ് വളരെ അബ്യൂസ്, വളരെ കൂടുതലാണ്. കോളേജ് ഇതേമാതിരി എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ പറയാം, അയ്യോ എനിക്ക് ടെൻഷനാണ് അതുകൊണ്ട്. അങ്ങനെ ടെൻഷൻ ഇതൊന്നും ചെയ്യരുത്, ടെൻഷന് വേറെ മാർഗങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ തടഞ്ഞു നിർത്തുക. പിന്നെ അടുത്ത സോഷ്യൽ ഡിഫൻസ്, അതേമാതിരി പിന്നെ ഓക്കെ, ഇത് പിന്നെ അവരുടെ ഡാറ്റയാണ്. ബെനിഫിഷ്യറി ഇൻക്ലൂഡഡ് ദി കൺസേൺ ഗവൺമെന്റ് ആൻഡ് NGO ഫംഗ്ഷൻ, സ്കൂൾ ടീച്ചേഴ്സ്. അതെ, കൗൺസിലിംഗ് ചെയ്യാൻ ആരൊക്കെ ഇതുണ്ടെന്ന്, അത് കഴിവുള്ളവർ വേണം. ട്രാൻസ്ജെൻഡറിനെ നോക്കുക, എക്വയർ സ്കിൽ ഉള്ളവരെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ, അതിനുള്ള നോളജ് വേണം. പിന്നെ അടുത്ത റിസർച്ച് ആൻഡ് ഡോക്യുമെന്റേഷൻ. റിസർച്ച് ആൻഡ് ഡോക്യുമെന്റേഷൻ ഡിവിഷൻ. യെസ്, ഓരോരോ ഇതിലും നമ്മൾ റിസർച്ച് ചെയ്യണം, കാരണം കണ്ടുപിടിക്കണം, അസുഖങ്ങൾ കണ്ടുപിടിക്കണം, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ഡാറ്റ അക്യുമുലേറ്റ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്തിട്ട് അയക്കണം. എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽസ്, അതെ, ഡ്രഗ്, ആൽക്കഹോൾ, ഇത് എത്ര ആളുണ്ട്, എത്ര ആള് നമ്മൾ കൗൺസിലിംഗ് ശരിയാക്കി, ഇപ്പൊ എത്ര ആൾ മിടുക്കന്മാരായിട്ടിരിക്കുന്നത്, ഇന്റർനാഷണൽ ബോണ്ടിങ്, എൽഡർലി കെയർ, എത്ര പേര് ഇതേമാതിരിയുള്ള ഇതിലുണ്ട്. പിന്നെ ശില്പോത്സവ്, ഓരോരോ കല, എന്താ പറയാ, നമ്മുടെ ഹരിയാനയിലൊക്കെ ഉണ്ടല്ലോ, പിന്നെ അവിടെയൊക്കെ ഓരോരോ അത്, പിന്നെ ഡൽഹിയിൽ അവർക്കൊക്കെ ചെറിയ കോട്ടേജ് ഇൻഡസ്ട്രീസ്, അവർക്കൊക്കെ സഹായങ്ങൾ കൊടുക്കുക, കലാപരമായിട്ട് ഓരോന്ന് കൊത്തു വെക്കുക, ഇതിൻ്റെയൊക്കെ പൈസ ദാനം കൊടുക്കുക. പിന്നെ ആൽക്കഹോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കമ്മ്യൂണിറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഇന്ററാക്റ്റീവ് സ്റ്റാഫ് ഫോർ പബ്ലിക് വ്യൂ, ഓൺ ദ സ്പോട്ട് കൗൺസിലിംഗ്, ഫിലിം ഷോ. ചിലപ്പോ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡോക്യുമെന്ററി ഫിലിം തുടങ്ങുന്നതിന് മുമ്പേ പുക വലിച്ചാൽ എന്തായിരിക്കുന്നത്, കൂടുതൽ സിഗരറ്റ് വലിച്ചാൽ നമ്മുടെ കരളും മറ്റേതൊക്കെ അവസാനം മരണവും വായും ക്യാൻസറും ഇതൊക്കെ കാണാറില്ലേ, അതന്നെ. അപ്പൊ കൺക്ലൂഷൻ, സോഷ്യൽ ഡിഫൻസ് ഹാസ് ബീൻ വോഗ് എവർ സിൻസ് ദ എവല്യൂഷൻ ഓഫ് മോഡേൺ ഗവൺമെന്റ്. എന്നുണ്ട് അന്ന് മുതൽക്ക് നിലകൊള്ളുന്നുണ്ട്, അന്ന് മുതൽക്കുണ്ട് പ്രശ്നങ്ങൾ ഓരോന്നല്ലാണ്ട് എന്നുണ്ട്. The role of the modern government is to ensure welfare of the entire people, irrespective of gender, age, economic and. അപ്പൊ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി എന്താണ്? ഇവരൊക്കെ നമ്മള് ജെൻഡർ ആയിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, വയസ്സായവർക്കോട്ടെ, യൗവനായിക്കോട്ടെ, വയസ്സായവരെല്ലാം മറ്റേ പൈസ ഇല്ലാത്തവരായിട്ടെ, പൈസ ഉള്ളവരായിക്കോട്ടെ, സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരായിട്ട് ഇല്ല, എല്ലാവരും സംരക്ഷിക്കണം. However, the challenges are manifold due to resource constraint as well as under utilization. പക്ഷേ ഇതിനൊക്കെ ഗവൺമെന്റിന് പൈസ വേണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ, അല്ലെങ്കിൽ ട്രഷറി പൈസ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചെയ്യേണ്ടത് ചെയ്യണം. In order to overcome this challenge, developing countries have evolved institutions that നമുക്ക് ബഡ്ജറ്റിൽ പ്രൊവിഷൻ വേണം. അതേമാതിരി മാർജിനലൈസ് പോപ്പുലേഷൻ അവർ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെ ഇന്ത്യ ടു ഹാസ് റിസോൾവ് ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് പ്രൊവിഷൻ. ഇന്ത്യ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, സോഷ്യൽ വെൽഫെയർ സ്കീം ചെയ്യുന്നുണ്ട്, ത്രൂ ഇറ്റ്സ് വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് റിവിഷൻസ് ലൈക്ക് നാഷണൽ സെന്റർ ഫോർ ദ ഡ്രഗ്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സീനിയർ സിറ്റിസന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഏബിൾ ടു ക്രിയേറ്റ് ഇമ്പാക്ട് ഓഫ് ലൈഫ്സ്, എസ്പെഷ്യലി അണ്ടർ സെർവ്ഡ് കമ്മ്യൂണിറ്റിയെ നമ്മൾ ചെയ്യണം. while the service of an individual level range from providing relief fund to skill development, ഓരോരുത്തരുടെ സ്കിൽ ഡെവലപ്മെന്റ് കഴിവ് at an institutional level, ഓരോ സ്ഥാപനങ്ങൾ മുഖാന്തരം the service include identifying the functionaries and building their capacity. അപ്പൊ ത്രൂ നമ്മുടെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരവും നമ്മുടെ NGOs മുഖാന്തരം ജനങ്ങളുടെ സൗഹാർദ്ദപരമായിട്ടും ഗവൺമെന്റ് പല പല സ്കീം പ്രകാരമായി
നമുക്ക് പലതും നമുക്ക് ചെയ്യാൻ പറ്റും സൊസൈറ്റിയിലേക്ക്. അവരുടെ ഡിഫൻസിന് വേണ്ടി, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി, ഹെൽത്തിന് വേണ്ടി, സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, അങ്ങനെ മറ്റുള്ള പല രോഗികളെ HIV ഇവരൊന്നും സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തരുത്. അപ്പൊ അതിനേതായ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷന് കൗൺസിലിംഗ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ അവൈൽ ചെയ്യുക. ഗവൺമെന്റ് കണ്ടമാനത്തിന് ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ട്. അതെല്ലാം നോക്കുക, ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. സീ യു ടുമോറോ. ബൈ.